For a scripture reading this afternoon out of the book of Mark. ഇന്ന് ഉച്ചനേരം തിരുവെഴുത്ത് വായിക്കുന്നതിനായി മർക്കോസിന്റെ പുസ്തകത്തിൽ നിന്നും മർക്കോസ് 16-ാം അധ്യായം എടുക്കാം. നാം ദൈവത്തിന്റെ വചനത്തെ വായിക്കുമ്പോൾ നിങ്ങളുടെ വേദപുസ്തകമായി എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് 16:9 വാക്യം മുതൽ വായിക്കാം. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലനക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്നവരോട് അറിയിച്ചു. അവൻ ജീവനോടിരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടുവെന്നും അവർ കേട്ടാറെ വിശ്വസിച്ചില്ല. പിന്നെ അവരിൽ 2 പേർക്ക് മറ്റു രൂപത്തിൽ പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവർ മറ്റൊരു രൂപത്തിൽ അവൻ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അത് ഇന്നത്തെ ഒരു ചിത്രമല്ലേ? നിങ്ങൾ അതുപോലൊരു സാക്ഷിയാണെന്ന് അവർ ഇന്ന് വിശ്വസിക്കുകയില്ല. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അത് നിങ്ങൾ അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് തീർച്ചയാക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ആമേൻ. നമ്മുടെ തലകളെ വണങ്ങാം. We believe this to be the last commission to the church. കർത്താവെ, ഇത് സഭയോടുള്ള അവസാനത്തെ ഉത്തരവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ വസിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടാതെ ഏതൊരു മനുഷ്യനും തന്റെ വാക്കിലും കൂടുതൽ നല്ലവനല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ആ കാരണത്താൽ ഈ വാക്കുകൾ നീ തന്നെയാകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് നീ തന്നെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Come today, O Father God, in the form of the Word to us, and let the ഓ പിതാവായ ദൈവമേ, വചനരൂപത്തിൽ ഇന്ന് നീ കടന്നു വന്നിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണെന്ന് ഈ ജനങ്ങൾ കാണുന്നതിനും നീ വെളിപ്പെട്ട വചനമായി ഈ അവസാന കാലത്ത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നീ പറഞ്ഞതിനെയും കാണുവാനിടയാക്കണമേ. നീ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ പ്രവചിക്കപ്പെട്ട വചനം മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടതായിരുന്നു. അങ്ങനെ വചനം ഈ കാലത്തേക്കായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുവേ, നീ കടന്നുവന്ന് ആ വചനത്തെ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വചനത്തിന് നീ തന്നെ വ്യാഖ്യാനം നൽകിയിട്ട് അത് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദവും കൊണ്ടുവരാനിടയാക്കണമേ. അതത്രയും അധികമായിട്ട് ഞങ്ങൾ നിന്നിൽ ആനന്ദം കണ്ടെത്തുകയും നിന്റെ വചനം സത്യമാണെന്ന് അറിയുകയും ചെയ്തിട്ട് ഞങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിനും ഇടയാക്കണമേ. ഞങ്ങളെല്ലാവരും ഏദൻ തോട്ടത്തിലുള്ള ആ സ്ത്രീ തൊട്ട ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്നും ജനിക്കുകയും അവളിൽ യാതൊരു ജീവനുമില്ലായിരുന്നു. കാരണം അവളുടെ പക്കൽ മുട്ട മാത്രമേ ഉള്ളൂ. ജീവൻ മനുഷ്യനായ ക്രിസ്തുവിൽ നിന്ന് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുകയും വേദപുസ്തകം പറയുന്നത് പോലെ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽഭായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. പിതാവേ, ഞങ്ങൾ ജീവൻ നൽകുന്ന മനുഷ്യനിൽ നിന്നും ജനിച്ചിരിക്കുന്നു. പുരുഷൻ സ്ത്രീയുമായി ബന്ധപ്പെടുകയും ജീവൻ പുരുഷനിൽ നിന്ന് എത്തുകയും ചെയ്യുന്നു. നിന്റെ ആത്മാവ് കന്യകയുടെ മേൽ നിഴലിട്ടിട്ട് അവളുടെ ഉദരത്തിൽ രക്തകോശം സൃഷ്ടിക്കപ്പെട്ടതുപോലെ അത് യഹൂദന്റെയോ അന്യജാതിയുടെയോ രക്തകോശമല്ലായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ രക്തകോശമായിരുന്നു, സൃഷ്ടിക്കപ്പെട്ട രക്തമായിരുന്നു. ആ രക്തത്തിൽ നമ്മുടെ പ്രത്യാശയാകുന്നു. അതൊരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ ആയിരുന്നില്ല, അത് ദൈവത്തിന്റേതാകുന്നു.
അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആ സ്ത്രീവൃക്ഷത്തിൽ ഞങ്ങൾ പങ്കാളികളായിരിക്കെ ഞങ്ങൾക്ക് മരിക്കേണ്ടത് ആവശ്യമാകുന്നു. കാരണം സ്ത്രീയിൽ യാതൊരു ജീവനുമില്ല. എന്നാൽ ഇപ്പോഴും പിതാവെ, ക്രിസ്തുവായ ആ പുരുഷവൃക്ഷത്തിൽ പങ്കാളികളാകുന്നതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവനിൽ കൂടെ ഞങ്ങൾക്ക് ജീവനും വചനമായ ജീവൻ ഞങ്ങളുടെ ഇടയിൽ ജീവനായി വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവ്, ഈ കാര്യങ്ങൾ സഭയ്ക്ക് അത്രയും യാഥാർത്ഥ്യമായിട്ട് അവരത് കാണുന്നതിനും ഞങ്ങൾ ജീവിക്കുന്ന നാഴികയെ മനസ്സിലാക്കുന്നതിനും അനുവദിക്കണമേ. രോഗികളും പീഡിതരുമായവരെ സൗഖ്യമാക്കണമേ. ഇന്ന് ഉച്ചനേരത്ത് ഈ യോഗം തീരുമ്പോൾ ഒരൊറ്റ ദുർബല വ്യക്തിയും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനിടയാക്കരുതേ. ജനങ്ങളുടെ ഇടയിൽ ഇത് ദീർഘസമയം ഓർമ്മിക്കപ്പെടുന്ന ഒരു യോഗമാക്കി തീർക്കണമേ. പാസ്റ്റർമാരും ഇടയന്മാരുമായി ഇവിടെയുള്ള നിന്റെ ദാസന്മാർ അത്രയും പ്രചോദിക്കപ്പെട്ടിട്ട് അവരുടെ സഭകൾ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് വലിയ സഭായോഗങ്ങൾ നടക്കുകയും പഴയ പരിഷ്കാരത്തോടുകൂടിയ ഒരു ഉണർവ് അവരുടെ ഇടയിൽ ഈ നഗരത്തിൽ തുടങ്ങിയിട്ട് അത് രാജ്യത്തെയും സംസ്ഥാനത്തെയും വീശിയടിച്ചിട്ട് ലോകവ്യാപകമായി അത് നടക്കുവാനും നീ ഇടയാക്കണമേ. കർത്താവെ, ഇത് അനുവദിച്ചു തരണമേ. ഈ പ്രാർത്ഥനയുടെ താക്കോലുകൾ നിന്റെ കരങ്ങളിലായിരിക്കുന്നുവല്ലോ. ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ദൈവത്തിന് ഈ ഭൂമിയുടെ മേൽ ന്യായവിധി കൊണ്ടുവന്നിരിക്കണം. ന്യായവിധി നടത്തുന്നതിന്റെ അളവ് തോത് അതായിട്ട് ദൈവത്തിന് എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കണം. കാരണം അളവ് തോത് എന്താണെന്ന് ലോകം അറിഞ്ഞിരിക്കാതെ ലോകത്തെ ന്യായം വിധിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അന്യായമായിരിക്കും. അത് സത്യമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതിന്റെ അളവ് തോത് സഭയാണെങ്കിൽ പിന്നെ അതേതാണ്? അത് വചനമാകുന്നു. അവൻ ലോകത്തെ യേശുക്രിസ്തുവിനാൽ ന്യായം വിധിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അവൻ വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. I want to speak to you this afternoon on a very strange subject. It might be to you. But in this subject, ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വിചിത്രമായി കാണപ്പെട്ടിരിക്കാവുന്ന ഒരു വിഷയത്തെ ഇന്ന് ഉച്ചനേരം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ എന്റെ കർത്താവിന് ഞാനൊരു വിചാരണ നൽകാൻ പോവുകയാണ്. പിലാത്തോസിന്റെ ന്യായസിംഹാസനത്തിൽ അവന് ശരിയായ വിധത്തിലുള്ള ഒരു വിചാരണ കിട്ടിയിട്ടുള്ളതായി ഞാൻ കാണുന്നില്ല. ശരിയായ ഒരു വിചാരണ കിട്ടിയിട്ടുള്ളതായി ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കാരണത്താൽ അവർ അവനിൽ കുറ്റം കണ്ടെത്തുകയും അവനെ ശിക്ഷ വിധിക്കുകയും അവനെ ക്രൂശീകരിക്കുകയും ചെയ്തു. ഈ വിചാരണയിൽ ഇന്ന് ഉച്ചസമയം നാം അത് പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അവനൊരു വിചാരണ കൊടുക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവൻ വചനമായി തന്നെ ശേഷിക്കുന്നുവെങ്കിൽ നമുക്ക് അവനൊരു വിചാരണ നൽകാൻ കഴിയും. കാരണം അവൻ ഇപ്പോഴും വചനമാകുന്നു. നമുക്ക് അവനൊരു വിചാരണ നൽകാൻ കഴിയും. ഈ ന്യായസിംഹാസനത്തിന്റെ ഉച്ചനേരം ഈ കെട്ടിടത്തെ ന്യായസിംഹാസനമായി പ്രതിനിധീകരിച്ചെടുത്തുകൊണ്ട് അവനൊരു ന്യായമായ വിചാരണ, അത് അവന് വേണ്ടിയായാലും അവനെതിരായാലും കിട്ടിയിരിക്കുന്നത് കാണുവാൻ നാം ആഗ്രഹിക്കുന്നു. രണ്ടു വശത്തുകാർക്കും അത് കിട്ടിയിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഈ കേസിൽ വചനമായ അവനെ വിചാരണ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ വായിച്ച തിരുവെഴുത്ത് ഭാഗമായ മർക്കോസ് 16-ാം അധ്യായത്തെക്കുറിച്ച് ഡോക്ടർ സ്കോഫീൽഡ് തന്നെ ഇവിടെ പറയുന്നത്, അതായത് 9-ാം വാക്യം തൊട്ടുള്ള വാക്യങ്ങൾ ഏറ്റവും പഴയ 2 കൈയെഴുത്ത് പ്രതികളിൽ തന്നെ കണ്ടുകിട്ടിയില്ല എന്നാണ്. ജനങ്ങളുടെ ഇടയിൽ സാധാരണയായി വിശ്വസിക്കപ്പെടുന്നതും അപ്രകാരം ഇന്നുള്ള നമ്മളുടെ ഉപദേഷ്ടാക്കന്മാർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഈ ഭാഗങ്ങൾ വത്തിക്കാൻ അവിടെ കുത്തിക്കയറ്റിയിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇറേനിയസും കൂടാതെ പല ആദ്യകാലത്തെ എഴുത്തുകാരും മർക്കോസ് 16 സൂചിപ്പിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു. വേദപുസ്തക ഇതിഹാസങ്ങൾ പഠിക്കുന്ന മറ്റുള്ള ഈ ആളുകൾക്ക് ആദ്യകാലത്ത് അപ്പോസ്തോലന്മാരും യേശുവിന്റെ മരണശേഷം പോളികാർപ്പും ഇറേനിയസും വിശുദ്ധ മാർട്ടിനും വിശുദ്ധ കൊളംബസും മറ്റുള്ളവരെല്ലാം മർക്കോസ് 16 സൂചിപ്പിച്ചിട്ടുള്ളതായി അറിയാമല്ലോ. അതുകൊണ്ട് ഇത് വിശ്വസനീയമായിരിക്കണം. അല്ലാത്തപക്ഷം അവർ ഒരിക്കലും അത് സൂചിപ്പിക്കപ്പെടുകയില്ല. വിശുദ്ധ യോഹന്നാൻ ലേഖനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുകയും അവന്റെ പ്രാണസുഹൃത്തായ പോളികാർപ്പ് ചരിത്രം പറയുന്നതിനനുസരിച്ച് അത് ഒരുക്കുവാൻ അവനെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇന്നവർ അത് വിശ്വസിക്കുന്നില്ല എന്ന് നാം കാണുന്നു. ദൈവം യാഥാർത്ഥ്യമാകുന്നുവെന്നുള്ള വാസ്തവികതയിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുകയും അതിനു പകരമായി ഒരു പ്രഖ്യാപനമോ ഒരു മതതത്വ സംഹിതയോ എടുക്കുന്നു. ആ യഥാർത്ഥ ദൈവത്തെ ഈ അധ്യായം തെളിയിക്കുകയും അവർക്ക് കഴിയാവുന്ന സകല തെളിവുകളും എടുത്തിരിക്കുന്നു. സുഡാൻ മിഷന്റെ അധ്യക്ഷനും ഒരു മഹാനായ ഉപദേഷ്ടാവുമായ ശ്രീമാൻ പാരിസ് റീഡ്ഹേർഡ് എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ ഭാര്യയും അവിടെ സന്നിഹിതയായിരുന്നു.
അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രൺഹാം, നിങ്ങളൊരു ബാപ്റ്റിസ്റ്റുകാരനായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ, അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ബാലനായിരുന്നപ്പോൾ എന്റെ പക്കൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്റെ മാതാവ് എന്നെ പഠിപ്പിക്കുന്നതിനായി തുണി അലക്കുകയും മറ്റെല്ലാം ചെയ്തിരുന്നു. ഞാൻ ഓർത്ത് തീർച്ചയായും എനിക്ക് BA ബിരുദം കിട്ടിയപ്പോൾ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തും. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ എനിക്കത് നൽകപ്പെട്ടപ്പോൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എനിക്ക് എന്റെ ഡോക്ടേഴ്സ് ബിരുദം കിട്ടിയപ്പോൾ എനിക്കത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് LLD ബിരുദം കിട്ടിയപ്പോൾ അത് കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രൺഹാം, എനിക്ക് അക്ഷരാർത്ഥത്തിലും പാരിതോഷികവുമായി അത്രയും അധികം ബിരുദങ്ങൾ കിട്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വീടിന്റെ ഭിത്തി കുമ്മായമടിക്കാൻ കഴിയും. എന്നാൽ വേദപുസ്തകത്തിലെ ദൈവം എവിടെയാകുന്നു? അദ്ദേഹം ചോദിച്ചു, ഉപദേഷ്ടാക്കന്മാർ തെറ്റായിരുന്നോ? ഞാൻ പറഞ്ഞു, ഉപദേഷ്ടാക്കന്മാർ തെറ്റാണെന്ന് പറയാൻ ഞാൻ ആരാകുന്നു? അദ്ദേഹം പറഞ്ഞു, ശരിയെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ ഒരു പെന്തിക്കോസ്തുകാരനായി തീർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഞാൻ ദൈവരാജ്യത്തിലേക്ക് ജനിച്ചപ്പോൾ ഞാൻ സ്വയമേ പെന്തിക്കോസ്തുകാരനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പെന്തിക്കോസ്ത് ഒരു സംഘടനയല്ല. അവർ അത് സംഘടനയാക്കാൻ ശ്രമിച്ചു, എന്നാൽ ഇത് അതാകുന്നില്ല. നിങ്ങളൊരു പ്രസ്ബിറ്റേറിയനോ ലൂഥറനോ അല്ലെങ്കിൽ ആരായിരുന്നാലും ദൈവം നിങ്ങളെ നിറയ്ക്കും. നോക്കൂ, അതുകൊണ്ട് അതൊരു സംഘടനയല്ല, എന്നാൽ ഒരു അനുഭവമാണ്. നിങ്ങൾക്കത് സംഘടീകരിക്കാൻ കഴിയുകയില്ല, അതൊരു അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ശരി, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നും പഠിക്കുന്നതിന് വേണ്ടി അവർ ജനങ്ങളെ ഇവിടേക്ക് അയക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ മിടുക്കനായ ഒരു ഇന്ത്യക്കാരനായ കുട്ടി വന്നിട്ട് അവൻ തന്റെ വിദ്യാഭ്യാസം എടുക്കുകയുണ്ടായി. അതിനുശേഷം അവൻ തിരികെ പോകുമ്പോൾ അവൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ മറ്റോ ആകുന്നതിന് വേണ്ടി വന്നിരുന്നതായി ഞാൻ കരുതുന്നു. അവർക്ക് സഹോദരൻ ഓറൽ റോബർട്ട്സിന് ഇവിടെയുള്ള മാതിരി ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ അവർ എഞ്ചിനീയറിംഗും അതുപോലെയുള്ള കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അവൻ തിരികെ പോകുമ്പോൾ ഞാൻ വേറൊരു ശുശ്രൂഷകനോടൊപ്പം അവനോട് പറഞ്ഞു, ഇപ്പോൾ നീ തിരികെ ഇന്ത്യയിലേക്ക് പോവുകയാണ്. ഇന്ത്യക്കാർ മുഹമ്മദിനെ ആരാധിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ചോദിച്ചു, നീ എന്തുകൊണ്ട് നിന്റെ പഴയ മരിച്ചുപോയ പ്രവാചകനെ ഉപേക്ഷിച്ചിട്ട് ഒരു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ സ്വീകരിച്ചുകൂടാ? എന്നിട്ട് ഒരു യഥാർത്ഥ ദൈവത്തെ തിരികെ ഇന്ത്യയിലേക്ക് നിന്നോടൊപ്പം എടുത്തോണ്ട് നിന്റെ ജനങ്ങളോട് പറഞ്ഞുകൂടാ? അവൻ പറഞ്ഞു, ശ്രീമാൻ, എന്റെ പ്രവാചകന് എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ നിങ്ങളുടെ കർത്താവായ യേശുവിന് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, എന്റെ കർത്താവായ യേശുവിന് നിനക്ക് നിത്യജീവൻ നൽകാൻ കഴിയും. അത് വചനത്തിലുള്ള ഒരു വാഗ്ദത്തമാകുന്നു. അവൻ പറഞ്ഞു, എന്റെ പ്രവാചകനായ മുഹമ്മദും അതേ കാര്യം തന്നെ അവന്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയെങ്കിൽ എന്റെ കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിന്റെ പ്രവാചകൻ കല്ലറയിൽ തന്നെയാകുന്നു. അവൻ ചോദിച്ചു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവോ? നിങ്ങൾക്കത് തെളിയിക്കുന്നതിന് 2000 വർഷങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലോകത്തിന്റെ 80% അതിനെക്കുറിച്ച് കേൾക്കുക പോലും ഉണ്ടായിട്ടില്ല. അവൻ പറഞ്ഞു, മുഹമ്മദ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ, 24 മണിക്കൂറിനുള്ളിൽ ലോകം മുഴുവൻ അതറിയും. അദ്ദേഹം പറഞ്ഞു, ശരി, നോക്കൂ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എനിക്കത് തെളിയിക്കാൻ കഴിയും, കാരണം അവൻ എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്ന് ഈ ക്രിസ്ത്യാനി പറഞ്ഞു. ആ മുഹമ്മദിയൻ പറഞ്ഞു, ശ്രീമാൻ, മുഹമ്മദ് എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്ക് ശക്തിയും ആനന്ദവുമുണ്ട്. അവൻ പറഞ്ഞു, ശ്രീമാൻ, ക്രിസ്തുമതത്തിന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത്രയും തന്നെ മനഃശാസ്ത്രം മുഹമ്മദീയ മതത്തിനും ഉത്പാദിപ്പിക്കാൻ കഴിയും. അതൊരു സത്യമാണ്. അവർ തെരുവിൽ കിടന്നുകൊണ്ട് അള്ളാ എന്ന് ഉച്ചത്തിൽ ആർത്തു പറഞ്ഞ് ഇതുപോലൊരവസ്ഥയിൽ എത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബില്ലിയും ഞാനും കൂടി അവിടെ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ തൊട്ട് താഴെ കൂടെ ഒരു വാൾ കടത്തിയിട്ട് ഒരു ഡോക്ടറെ എഴുന്നേറ്റിട്ട് അതിന്മേൽ കൂടി വെള്ളമൊഴിക്കുകയും അത് പുറത്തു വരികയും അതിനുശേഷം അത് വലിച്ചെടുക്കുകയും അവന് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അവർ തീക്കനലെടുത്ത് അവരുടെ കൈവിരലിനടിയിൽ വെച്ചിട്ട് അതിന്മേൽ കൂടി ഓടുകയും അവരുടെ മൂക്കിൽ കൂടി കൊളുത്തുകൾ ഉണ്ടാക്കുകയും അതൊരിക്കലും അവർക്ക് അനുഭവപ്പെടുകയോ ഒരു തുള്ളി രക്തമൊഴുകുകയോ ചെയ്തിരുന്നില്ല. ക്രിസ്തുമതത്തിന് കഴിയാവുന്നതിലും കൂടുതൽ മനഃശാസ്ത്രം അവർക്ക് നൽകാൻ കഴിയും. ശ്രീമാൻ റീഡ് ഹെഡ് എന്നോട് പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു വഴിപോക്കനായ പയ്യനോടല്ല സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, മുഹമ്മദീയരായ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് നമ്മുടെ ധീരനായ സഹോദരൻ ബില്ലി ഗ്രഹാമിനോട് അവർ ചെയ്തതുപോലെയാണ്. നിങ്ങൾ അത് പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഈ മുഹമ്മദിയൻ ശ്രീമാൻ ഗ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 30 രോഗികളെ എടുക്കുക, ഞാനും 30 രോഗികളെ എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ 30 സൗഖ്യമാക്കുക, ഞാൻ എന്റെ 30 മുഹമ്മദിനാൽ സൗഖ്യമാക്കാം. ശ്രീമാൻ ഗ്രഹാം രംഗത്ത് നിന്ന് ഓടിപ്പോകുകയും അയാൾക്ക് ഉത്തരം നൽകുകയും ചെയ്തില്ല. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ എബ്രായ മക്കളെ പോലെയായിട്ട് ഞങ്ങളുടെ ദൈവം ഇതിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ യോഗ്യനാണ്. അദ്ദേഹം എന്തുകൊണ്ട് ആരെങ്കിലും അയച്ച് ഓറൽ റോബർട്ട്സിനെയോ മറ്റാരെങ്കിലും കൊണ്ടുവന്നില്ല? അദ്ദേഹം അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ആളയച്ച് കൊണ്ടുവരാമായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, സ്ഥാപിത സംഘടനകൾ അവർ അദ്ദേഹത്തെ അപ്പോൾ തന്നെ പുറത്താക്കി കളയും. അവനൊരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തായിരുന്നാൽ തന്നെയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായി നിങ്ങൾ യേശു ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ ചെയ്ത് കാണുമ്പോൾ
പിന്നെ നിങ്ങളിൽ വിശ്വസിക്കാം. അദ്ദേഹം പറഞ്ഞു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ ചെയ്ത അതേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കാണുമ്പോൾ ജനങ്ങൾ അതിനെക്കുറിച്ച് അറിയും. ശരി, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അതിലും വലിയ പ്രവൃത്തികൾ ചെയ്യും. അവൻ പറഞ്ഞു, ഞാൻ വലിയ പ്രവൃത്തികൾ എന്നൊരിക്കലും പറഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ട് അവൻ ചെയ്ത കാര്യങ്ങൾ മാത്രം കാണുന്നതിന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ആരോടെങ്കിലും അവരുടെ വേദശാസ്ത്രം സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു താണ മൂലയ്ക്ക് കിടക്കുന്ന വ്യക്തിയോടല്ല സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ ചെയ്ത പ്രവൃത്തികൾ ഞങ്ങൾ കാണുന്നതിന് ആഗ്രഹിക്കുന്നു. ഓ, നിങ്ങൾ ഒരുപക്ഷെ മാർക്കോസ് 16 ആയിരിക്കും സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അവൻ പറഞ്ഞു, അതേ ശ്രീമാൻ, അത് അവന്റെ അവസാനത്തെ സഭയോടുള്ള ഉത്തരവുകളിൽ ഒന്നാകുന്നു. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, വളരെയധികം ജനങ്ങൾ ഈ അധ്യായത്തെ മതഭ്രാന്തായി വിശ്വസിക്കുന്നു. എന്നാൽ വളരെ മെച്ചപ്പെട്ടതായ പണ്ഡിതന്മാരിൽ നിന്നും ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് മാർക്കോസ് 16 9 വാക്യം തൊട്ട് അത് യഥാർത്ഥത്തിൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാകുന്നു. അവൻ ചോദിച്ചു, ശ്രീമാൻ റീഡ് ഹെഡ്, എങ്കിൽ ഏത് ഭാഗമാണ് പിന്നെ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അവൻ പറഞ്ഞു, ഒരുപക്ഷെ ബാക്കിയുള്ള ഭാഗവും പ്രചോദിപ്പിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം. ഖുറാൻ മുഴുവനും പ്രചോദിപ്പിക്കപ്പെട്ടതാണ്. വേദപുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന ഏത് തരത്തിലുള്ള ഒരു പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി വരുവാൻ പോകുകയാണെന്ന് ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതെ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. അവിടെയാണ് നിങ്ങൾ ഇത് പ്രചോദിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇത് ഷിക്കാഗോയിലുള്ള ഒരു സ്ത്രീയെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അവരുടെ മകൻ ഒരു ശുശ്രൂഷകനാകുന്നതിന് വേണ്ടി ഏതോ ബൈബിൾ സ്കൂളിലോ സെമിനാരിയിലോ പോയിരുന്നു. അവൻ ദൂരത്തായിരിക്കുമ്പോൾ ഈ വൃദ്ധയായ മാതാവ് തീരെ സുഖമില്ലാത്ത അവസ്ഥയിലായി. അവർ ഉടനെ തന്നെ അവരുടെ മകനെ അറിയിക്കുകയും അവന്റെ മാതാവിന് അത്രയും പനി കൂടിയിട്ട് അവർക്ക് ന്യൂമോണിയ ആകുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ നിൽക്കുന്നതിനായി അടിയന്തരമായി അറിയിപ്പ് കൊടുത്തു. അങ്ങനെ അവൻ തന്റെ തുണികളെല്ലാം ഒരുക്കി തയ്യാറായി. അവസാനം അടുത്ത ദിവസം അതിനു മുമ്പ് രാത്രിയിലും യാതൊരു വിശേഷവും കേൾക്കാനിടയായില്ല. അതിന്റെ അടുത്ത ദിവസം യാതൊരു കുഴപ്പവുമില്ല എന്ന് വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 1 വർഷത്തിന് ശേഷം അവൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരികെ പോകുകയും, ഇത് പൂർവ്വദിക്കിലുള്ള ഏതോ വലിയ സ്കൂളായിരുന്നു. അവൻ വീട്ടിൽ വന്ന് തന്റെ വിലയേറിയ അമ്മയെ ആശീർവദിക്കുകയും കുറച്ചുനേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തിട്ട് ചോദിച്ചു, അമ്മേ, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ എനിക്ക് ഇതുവരെയും ഒരു അവസരം കിട്ടിയില്ല. ഒരു രാത്രിയിൽ അവർ എന്നോട് തയ്യാറാകുക എന്ന് പറയുകയും അടുത്ത ദിവസം രാവിലെ നിങ്ങൾ സൗഖ്യമാകുകയും ചെയ്തു. ഏത് മരുന്നാണ് ഡോക്ടർ ഉപയോഗിക്കാൻ തന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, പ്രിയേ, ഡോക്ടർ യാതൊന്നും ഉപയോഗിക്കാൻ തന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് ചെയ്തത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അവിടെ താഴെയുള്ള ആ ചെറിയ കൂട്ടത്തെ നിനക്കറിയില്ലേ? അത് അവിടെയുള്ള ആ കയറ്റത്തിന്റെ അപ്പുറത്തെ വിശാല സ്ഥലത്താകുന്നു. അതെ, അവർ പറഞ്ഞു, അവിടെ ഒരു മഹിളയുണ്ടായിരുന്നു. അവരുടെ ഈ ചെറിയ കൂട്ടത്തിന് ഒരു രാത്രിയിൽ അവിടെ ഒരു പ്രാർത്ഥനയുടെ യോഗമുണ്ടായിരുന്നു. ഈ ചെറിയ പാവപ്പെട്ട ദീനരായ ഒരു കൂട്ടം ആളുകളിൽ ഒരുവൻ ഇവിടേക്ക് കടന്നുവന്ന് എന്നെ കാണുന്നതിനുള്ള പ്രേരണ ലഭിക്കുകയുണ്ടായി. അവരിൽ 2 സ്ത്രീകൾ കടന്നു വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്ത് എന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ സൗഖ്യപ്പെടുന്നതിനുമായി അവരുടെ പാസ്റ്ററിനെ കൊണ്ടുവരുന്നതിനായി അനുവദിക്കുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, നിനക്കറിയാമോ, ഞാൻ തീർച്ചയായും കൊണ്ടുവരിക എന്ന് അവരോട് പറയുകയുണ്ടായി. അങ്ങനെ അവർ പാസ്റ്ററിനെ കൊണ്ടുവരികയും എന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, മകനെ, നിനക്കറിയാമോ, അദ്ദേഹം വേദപുസ്തകത്തിൽ നിന്നും മർക്കോസിന്റെ 16 അധ്യായം വായിച്ചിട്ട് പറഞ്ഞു, വിശ്വാസികളാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാമോ മകനെ, അടുത്ത ദിവസം ഡോക്ടർ തന്നെ അത്രയും കുഴങ്ങിപ്പോയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാതെയായിപ്പോയി. എന്റെ ഉള്ളിൽ ഒട്ടും പനിയുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, ഓ അമ്മേ, നീ ആ കൂട്ടരുമായിട്ട് സഹകരിക്കുന്നുവോ? ഞങ്ങൾക്ക് സ്കൂളിൽ മാർക്കോസ് 16:9 തൊട്ട് പ്രചോദിപ്പിക്കപ്പെട്ടിട്ടുള്ളതല്ലെന്ന് അതിനെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവൻ പറഞ്ഞു, എന്താണിത് അമ്മേ, നീയും അവരെ പോലെ അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു? അവർ പറഞ്ഞു, ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വേദപുസ്തകം ഈ കാലമൊക്കെയും വായിക്കുകയും കൂടാതെ മറ്റു വാഗ്ദത്തങ്ങൾ മറ്റുള്ള സ്ഥാനത്തും അതിനോട് സമമായിട്ടുള്ളത് തന്നെയാകുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഓർക്കുകയായിരുന്നു, പ്രചോദിപ്പിക്കപ്പെടാത്ത വാക്യവുമായിട്ട് ദൈവത്തിന് എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ പിന്നെ അവൻ പ്രചോദിപ്പിക്കപ്പെട്ടതുമായിട്ട് എന്ത് ചെയ്യും? അത് ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രചോദിക്കപ്പെട്ടതാണ്. ദൈവം എനിക്കത് വിശ്വസിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനുമുള്ള വിശ്വാസത്തെ നൽകാനിടയാകട്ടെ. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് ഇതൊരു കോടതി കേസിലേക്ക് നാം മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ ഓർക്കുക, നാം ഒരു കോടതി മുറിയിലേക്ക് പോയിട്ട് യേശുവിനെ, ദൈവത്തെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനൊരു ശരിയായ വിചാരണ കൊടുക്കാൻ പോവുകയാണ്. അവൻ ഇതിനു മുമ്പ് വചനമായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും അതേ വചനം തന്നെയാകുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ കേസിൽ അതിന്റെ കാരണമെന്നത് ദൈവത്തിന്റെ വചനത്തിലെ വാഗ്ദത്തങ്ങൾ ലോകത്തെ എതിരിടുന്നതാണ്. അതുകൊണ്ട് ഈ ഒരുക്കങ്ങളെ ശരിയായി മനസ്സിലാക്കിക്കൊള്ളുക, അല്ലെങ്കിൽ ഒരിക്കലും അത് പിടികിട്ടുകയില്ല. ഈ കുറ്റാരോപണത്തിന്റെ കാരണം വാഗ്ദത്തത്തെ ലംഘനമാകുന്നു. ദൈവം തന്റെ വചനം പാലിക്കുന്നില്ല. അതൊരു വാഗ്ദത്തത്തിന്റെ ലംഘനമാകുന്നു. അതെന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ എല്ലായ്പ്പോഴും വാദിയുടെ വക്കീലിന് സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അത് വാദിയുടെ വക്കീലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഒരു വക്കീൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ശരിയായിട്ടാണ് പറഞ്ഞതെന്ന് ആശിക്കുന്നു. വാദിയുടെ അഭിഭാഷകന് സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വാദിയുടെ അഭിഭാഷകൻ ഈ കേസിൽ പിശാചായിട്ട് ദൈവത്തിന്റെ വചനത്തെ കുറ്റാരോപണം ഉന്നയിക്കുകയാണ്. ഈ വചനത്തിന്റെ പ്രതി ദൈവം സ്വയം തന്നെയാകുന്നു, കാരണം അവൻ വചനമാകുന്നു. ഈ കേസിലെ പ്രതിയുടെ സാക്ഷി പരിശുദ്ധാത്മാവാകുന്നു. കൂടാതെ വാദിക്കും ഇന്ന് ഉച്ചനേരം കുറച്ച് സാക്ഷികളുണ്ട്. ആ സാക്ഷികളിൽ ഒന്ന് ശ്രീമാൻ അവിശ്വാസിയും, അടുത്തത് ശ്രീമാൻ സംശയാലുവും, അടുത്തത് ശ്രീമാൻ അക്ഷമനുമാകുന്നു. അവർ പീഠത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട് ആണയിടുകയും വിസ്താരം ചെയ്യുന്നതുമാണ്. നിങ്ങൾക്കിപ്പോൾ കോടതിയുടെ ഒരുക്കങ്ങളായിട്ട് ലോകത്താൽ ദൈവം കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു, കാരണം അവൻ തന്റെ വചനത്തെ പാലിക്കുന്നില്ല. വാദിയുടെ അഭിഭാഷകൻ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുകയും അത് ലോകത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. വാദിയുടെ അഭിഭാഷകൻ പിശാചാകുന്നു. അവൻ വചനം ശരിയാണെന്നുള്ളത് നിഷേധിക്കുന്നു. വാദിയുടെ അഭിഭാഷകൻ തന്റെ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി 3 സാക്ഷികളെ ദൈവത്തിന്റെ വചനത്തിന് എതിരായി കൊണ്ടുവരുന്നു. അത് തെളിയിക്കുന്നതിന് ഇന്ന് ഉച്ചനേരം ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നില്ല എന്നത് നിങ്ങൾക്ക് തെളിയിക്കുന്നതിന് അതുമായിട്ട് യാതൊരു കൃത്രിമതയും ചെയ്യാതെ അത് സത്യമല്ല, അതിൽ യാതൊന്നും സത്യമല്ല. പ്രതി ദൈവമാകുന്നു. അവൻ ഈ ദിവസത്തേക്കുള്ള വചനത്തിന്റെ ഗ്രന്ഥകർത്താവും അന്നാളിലെ പോലെ തന്നെ മറ്റേതൊരു കാലത്തുമാകുന്നു. വാദി വക്കീലിനും ഇപ്പോൾ തന്നെ സാക്ഷികളുണ്ട്. വിചാരണ സമിതി എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. നിങ്ങളാണ് വിചാരണ സമിതി, കൂടാതെ നിങ്ങൾ തന്നെ ന്യായം നടത്തുന്നവരുമാകുന്നു. ഈ കേസിൽ വിചാരണ സമിതിയുടെ കൂട്ടവും ന്യായം നടത്തുന്നവരും നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. ഞാൻ വെറും സംസാരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. ഇപ്പോൾ നമ്മളുടെ പക്കൽ കോടതി തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ വാദിയാൽ ഉത്തരവിന് വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ കേസിലെ ഒരു പ്രകടനത്തിൽ കൊണ്ടുവരുന്നതിന് ഈ കോടതി മുറിയിൽ ഒരു ഉത്തരവ് ഒളിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വളരെയധികം ജനങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ദൈവത്തിന്റെ വചനം ആശ്രയപ്രധാനമായതല്ല, നിങ്ങൾക്കതിൽ ആശ്രയിക്കാൻ കഴിയുകയില്ല എന്നും മറ്റും നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ അതിനെ നമുക്കൊരു യഥാർത്ഥ വിചാരണയിലേക്ക് കൊണ്ടുവരാം. എത്ര പേർ ആഗ്രഹിക്കുന്നു, അവർ കൈകൾ ഉയർത്തിയിട്ട് വചനമായ ക്രിസ്തു യേശുവിന് ഒരു നല്ല വിചാരണ കിട്ടുന്നത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. ഇന്ന് ഉച്ചനേരത്തെ നമ്മുടെ കോടതിയിൽ വെച്ച് നാം അവനൊരു നല്ല ഭംഗിയായ വിചാരണ നൽകാൻ പോവുകയാണ്. ശത്രുവിന് ശത്രുവിന്റെ വാക്കുകൾ എടുത്തിട്ട് അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. നാം അതിലേക്ക് ആഴ്ന്ന് കടന്ന വചനമായ യേശു ക്രിസ്തുവിനെ ഒരു ഭംഗിയായ വിചാരണ നടത്താം. ഇപ്പോൾ കോടതി ഉത്തരവ് കൊടുത്തിട്ട് വാദി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ സാക്ഷി ശ്രീമാൻ അവിശ്വാസിയാകുന്നു. അവൻ സാക്ഷ്യത്തിനായി തന്റെ സ്ഥാനമെടുക്കുന്നു. ഇപ്പോൾ ഓർക്കുക, ശ്രീമാൻ അവിശ്വാസി, ഈ സ്വഭാവങ്ങളെ നിങ്ങൾ വിട്ടുപോകരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോകും. നിങ്ങൾ നിങ്ങളുടെ രോഗശാന്തി തന്നെ വിട്ടുപോകും. ശ്രീമാൻ അവിശ്വാസി സാക്ഷീകരിക്കുന്നതിനായി കടന്നു വരുന്നു. അവന്റെ പരാതി എന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളെല്ലാം സത്യമല്ല, അത് സത്യമല്ല എന്നതാണ്. അവൻ അവകാശപ്പെടുന്നത് മർക്കോസിന്റെ 16 അവനോട് ഒരു പരിശുദ്ധാത്മാവിന്റെ എന്ന് വിളിക്കപ്പെടുന്ന സഭയിൽ വെച്ച് ശുശ്രൂഷ ചെയ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് കുറച്ചു വർഷങ്ങളായി വയറുവേദന ഉണ്ടായിരിക്കുകയും ഇവർ പരിശുദ്ധാത്മാവിന്റെ സഭയെന്ന് വിളിക്കപ്പെടുന്നിടത്തേക്ക് പോവുകയും ഈ വാഗ്ദത്തമായ മർക്കോസ് 16 സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം വാഗ്ദത്തപ്രകാരം അവന്റെ മേൽ കൈവപ്പ് നടത്തിയിരുന്നു. ശുശ്രൂഷകനെതിരായിട്ട് പറയുന്നതിന് അയാൾക്ക് യാതൊന്നുമില്ലായിരുന്നു. അദ്ദേഹം വചനത്തിൽ നിന്ന് അത് വായിക്കുക മാത്രം ചെയ്തിരുന്നു. അയാൾ ശുശ്രൂഷകനെ കുറ്റാരോപണം ചെയ്തില്ല, അയാൾ ദൈവത്തെ കുറ്റാരോപണം നടത്തിയിരുന്നു. കാരണം ഇത് ശുശ്രൂഷകന്റെ തെറ്റല്ല. ശുശ്രൂഷകൻ ദൈവം ചെയ്യുന്നതിനായി പറഞ്ഞിരുന്നത് വായിക്കുക മാത്രം ചെയ്തിരിക്കുന്നു. മർക്കോസിന്റെ 16 ദൈവം സത്യമായും പറഞ്ഞിരുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. താനൊരു വിശ്വാസിയാകുന്നുവെന്ന് അയാൾ പറയുകയും മർക്കോസ് 16 സത്യമാണെന്ന് അവർ പ്രസംഗിച്ചിരുന്ന യോഗത്തിൽ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകത്തോട് കൂടിയ ഈ ശുശ്രൂഷകൻ ഈ ജോലിക്കായി അയക്കപ്പെട്ട ഒരു ശുശ്രൂഷകനും ഒരു വിശ്വാസിയുമാണെന്ന് അവകാശപ്പെട്ടിരിക്കുകയും അദ്ദേഹത്തിന്റെ മേൽ കൈവയ്ക്കുകയും ചെയ്തു. അത് 2 മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിരുന്നിട്ട് അദ്ദേഹത്തിന്റെ വയറുവേദന ഇപ്പോഴും അത് നേരത്തെ ആയിരുന്നത്രയും തന്നെ മോശമായിരിക്കുന്നു. ആ കാരണത്താൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് സത്യമല്ലാതിരിക്കെ വചനത്തിൽ ഇട്ടിരിക്കുന്നതിനാൽ ദൈവം നീതിമാനല്ല എന്നവൻ അവകാശപ്പെടുന്നു. ഇപ്പോൾ അയാൾ ഇരിക്കട്ടെ, അയാൾ സാക്ഷീകരിച്ചിരിക്കുന്നു. അടുത്തതായി നിൽക്കുന്നത് ശ്രീമാൻ സംശയാലു ആകുന്നു.
അദ്ദേഹവും ഒരു സാക്ഷ്യം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ശ്രീമാൻ സംശയാലു പറയുന്നത് അയാൾ 15 വർഷങ്ങളായിട്ട് ക്ഷയരോഗത്താൽ ശല്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം ഇതുവരെയും അത് വിട്ടിട്ടില്ല. അത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയും അങ്ങനെ മുമ്പോട്ട് പോവുകയുമാകുന്നു. അദ്ദേഹം കുറച്ചൊന്ന് ശരിയാകും, പിന്നെ വീണ്ടും അതുപോലെ തന്നെയാകും. ആ നഗരത്തിൽ എവിടെയോ ഒരു ഭക്തനായ പ്രാസംഗികൻ പ്രസംഗിക്കുന്നുവെന്നും ദൈവത്തിൽ നിന്ന് യാക്കോബിന്റെ 5:14 നൽകപ്പെട്ടിരിക്കുന്ന ഒരു വാഗ്ദത്ത പ്രകാരം ജനങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതായും അവൻ കേൾക്കുവാനിടയായി. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ അയാൾ ഒരു രോഗിയായിരിക്കെ, കൂടാതെ ഒരു വിശ്വാസിയായിട്ട് ഈ ദൈവഭക്തനായ പാസ്റ്ററിനാൽ സൗഖ്യം പ്രാപിച്ചുവെന്ന് ജനങ്ങൾ അവകാശപ്പെടുന്നതായ ഈ യോഗത്തിലേക്ക് പോവുകയുണ്ടായി. കൂടാതെ യാക്കോബ് 5:14 അനുസരിച്ച് അദ്ദേഹം ശുശ്രൂഷ ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വചനപ്രകാരം പാസ്റ്റർ ശുശ്രൂഷ നടത്തുകയും എണ്ണയൊഴിച്ച് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് വിശ്വാസത്താലുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് വിശ്വസിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നും ഒരു ഉത്തരവും അദ്ദേഹത്തിന് ഒരിക്കലും ലഭിച്ചിരുന്നില്ല. ആ കാരണത്താൽ ഇപ്രകാരമുള്ള വാഗ്ദത്തങ്ങളെ വേദപുസ്തകത്തിൽ ഇട്ടിട്ട് അതിന് പിന്നിലായി നിൽക്കാതിരിക്കുന്നതിൽ കൂടെ ദൈവം അനീതിയുള്ളവനാണെന്ന് ശ്രീമാൻ സംശയാലു അവകാശപ്പെടുന്നു. ഇപ്പോൾ ഓർക്കുക, ഞാനിവിടെയുള്ള സമ്പൂർണ്ണ സുവിശേഷ വാഗ്ദത്തങ്ങളെയാണ് വായിക്കുന്നത്. അടുത്ത സാക്ഷി ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നതാണ്. വാദി തന്റെ അടുത്ത സാക്ഷിയെ തന്റെ കേസിനെ ഉറപ്പിക്കുന്നതിനായി മുമ്പായിട്ട് വിളിക്കുന്നു. അവന്റെ അടുത്ത സാക്ഷി ശ്രീമാൻ അക്ഷമനാകുന്നു. ഇപ്പോൾ ഇതെല്ലാം സ്വഭാവങ്ങളായി വാസം ചെയ്യുന്ന അമാനുഷിക സ്വഭാവങ്ങളാകുന്നു. അവർ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ശ്രീമാൻ അക്ഷമൻ വരികയും താനൊരു ദിവസം വേദപുസ്തകം വായിക്കുകയായിരുന്നുവെന്ന് അവകാശപ്പെടുകയുണ്ടായി. അദ്ദേഹം പള്ളികളിൽ പോയിരുന്നില്ല, എന്നാൽ അവനൊരു വിശ്വാസിയായിരുന്നു. അവരിൽ ഒരാൾ ഒരു സുവിശേഷകന്റെ അടുക്കലും മറ്റൊരാൾ ഒരു പാസ്റ്ററിന്റെ അടുക്കലും പോയിരുന്നു. ഈ വ്യക്തി ഒരു രഹസ്യ വിശ്വാസിയായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു. അങ്ങനെ അയാൾ വീട്ടിലിരുന്നു കൊണ്ട് മർക്കോസിന്റെ 11-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുകയായിരുന്നു. നിങ്ങളത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എടുത്തുകൊള്ളുക. അവിടെ യേശു സ്വയം ഇമ്മാനുവേൽ ദൈവമായി അവകാശപ്പെട്ടുകൊണ്ട് തന്റെ സ്വന്തം അധരങ്ങളാൽ ഈ പ്രസ്താവന നടത്തിയിട്ട് പറഞ്ഞു: ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ തന്റെ ഹൃദയത്തിൽ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കൂടാതെ അവൻ ഇതും പറഞ്ഞു: അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അയാൾ പറഞ്ഞു, ഏകദേശം 25 വർഷങ്ങളായിട്ട് തനിക്ക് കാലിൽ മുടന്തായിരിക്കുകയും 5 വർഷം മുമ്പ് മുറിയിലിരിക്കുമ്പോൾ വചനം വായിക്കുന്നതിനായി പ്രചോദിപ്പിക്കപ്പെടുകയും അത് വിശ്വസിക്കുകയും അതിന് സമ്പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെടുന്നു. അതിനുശേഷം തന്റെ സ്വന്തം വായികൊണ്ട് അദ്ദേഹം പറഞ്ഞു: എന്റെ കാലിലുള്ള മുടന്തേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ വിട്ടുപോകാം. അത് കഴിഞ്ഞ് 5 വർഷങ്ങളായിരിക്കുന്നു താൻ നേരത്തെ മുടന്തനായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും മുടന്തനായി തന്നെ ഇരിക്കുന്നു. ആ കാരണത്താൽ ശ്രീമാൻ അക്ഷമൻ വചനം വീഴ്ച പറ്റാത്തതാണെന്നുള്ളതിനെതിരായും വേദപുസ്തകം പ്രചോദിപ്പിക്കപ്പെട്ടതാണെന്നുള്ളതിനെതിരായും തന്റെ സാക്ഷ്യമിടുവാൻ ആഗ്രഹിക്കുകയും കൂടാതെ ഈ വാഗ്ദത്തം സത്യമല്ലെന്നും താനത് പരീക്ഷിച്ചിരിക്കുന്നുവെന്നും അത് സത്യമായിരിക്കുന്നില്ല എന്നും പറയുന്നു. ശ്രീമാൻ സംശയാലു താനത് പരീക്ഷിച്ചിരിക്കുന്നുവെന്നും അത് സത്യമായിരിക്കുന്നില്ല എന്നും പറഞ്ഞു. ശ്രീമാൻ അവിശ്വാസി അത് പരീക്ഷിക്കുകയും അത് സത്യമായിരിക്കുന്നില്ല എന്നും പറഞ്ഞു. ഈ 3 സാക്ഷികളും വേദവാക്യങ്ങൾ നൽകുകയും തിരുവെഴുത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ നൽകുകയും ഈ വാഗ്ദത്തം ഇപ്രകാരം വായിക്കപ്പെടുകയും വേദപുസ്തകത്തിൽ നിന്ന് അത് ഇപ്രകാരം വായിക്കാമെന്ന് പറയുകയും അത് സത്യമല്ല എന്നുള്ളതിന് അവർ സാക്ഷ്യം നൽകുകയും ചെയ്തു. ആ കാരണത്താൽ വേദപുസ്തകം എറിഞ്ഞു കളയണമെന്നും, കാരണം അതിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു വാക്യം വിശ്വസിക്കാൻ കഴിയാവുന്നതല്ലെങ്കിൽ പിന്നെ അതിലുള്ള യാതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ഒന്നുകിൽ അത് മുഴുവൻ സത്യമായിരിക്കണം, അല്ലെങ്കിൽ അതിൽ യാതൊന്നും സത്യമല്ല. ഒരു ചങ്ങല അതിന്റെ ബലം കുറഞ്ഞ കണ്ണി വരെ മാത്രം ശക്തമായിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഈ കേസിനെ ഉറപ്പിക്കുന്നതിനായി വാദി തന്റെ കുറ്റാരോപണമായി കടന്നു വന്നിരിക്കുകയും അവനത് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവൻ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്രകാരമുള്ള ലക്കും ലഗാനുമില്ലാത്ത വാഗ്ദത്തങ്ങളെ
തന്റെ വചനത്തിലിട്ട് തന്റെ വിശ്വസിക്കുന്നവരായ മക്കളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിൽ ദൈവം ന്യായീകരിക്കപ്പെടുന്നില്ല. കാരണം അവ സത്യമല്ല. ദൈവം തന്റെ വചനത്തിൽ സത്യമാണെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ തെളിയിക്കുന്നതിനായി അവനിവിടെ സാക്ഷികൾ ഉണ്ടായിരിക്കുകയും തങ്ങൾ രോഗികളായിരുന്നുവെന്നും ഇതായിരുന്നുവെന്നും അതായിരുന്നുവെന്നും ഡോക്ടറിന്റെ തെളിവോടുകൂടിയും തന്റെ സാക്ഷ്യത്തോടുകൂടിയും വന്ന് കാണിക്കുകയും അവർ ദൈവികമാണെന്ന് കരുതപ്പെടുന്ന ഈ സ്വീകരിക്കുകയും പ്രചോദിപ്പിക്കപ്പെട്ട തിരുവെഴുത്തുകൾ സ്വീകരിക്കുകയും അവയെ പരീക്ഷിച്ചു നോക്കുകയും അത് സത്യമല്ലെന്ന് കാണുകയും ചെയ്തിരിക്കുന്നു. അത് തെളിയിക്കുന്നതിനായി അവന്റെ പക്കൽ സാക്ഷികളുണ്ട്. ഈ വാക്കുകളൊന്നും സത്യമല്ല. അവരിൽ ഓരോരുത്തരിലും ഇപ്പോൾ അവനത് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അവന്റെ വചനത്തിൽ വിശ്വസിച്ച് അതിനെ അപ്രകാരമെടുത്ത് ക്രമാനുസരണമായി പോയ ഈ വിശ്വാസികളെ ദൈവം പരാജയപ്പെടുത്തുകയും കൂടാതെ വർഷങ്ങൾ കടന്നുപോയിരിക്കുകയും തന്റെ വാഗ്ദത്തത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് ദൈവം ഒരിക്കലും തന്റെ കൈയണക്കുക പോലും ചെയ്തിട്ടില്ല. അതിനുശേഷം അവൻ പറഞ്ഞു, എങ്കിൽ പിന്നെ മറ്റുള്ള തിരുവെഴുത്തുകളായ സ്നാനത്തെക്കുറിച്ച് വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് എന്തായിരിക്കും? ഇങ്ങനെ അതാകുന്നുവെങ്കിൽ പിന്നെ ആരും രക്ഷിക്കപ്പെടുകയില്ല. അവന്റെ തിരികെയുള്ള വരവിനെക്കുറിച്ച് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ തിരുവെഴുത്തുകളെക്കുറിച്ച് എന്താകുന്നു? അവയിൽ ഒന്നും തന്നെ ശരിയല്ല. കാരണം ഇവ ഒന്നും തന്നെ ശരിയല്ല. അത് ഒന്നും തന്നെ ശരിയല്ല. ഇത് വെറുമൊരു കെട്ടുകഥയുടെ പുസ്തകമാകുന്നു. കൂടാതെ ഈ മനുഷ്യർ വിശ്വാസികളാകുന്നു. എന്നിരിക്കലും ദൈവം വിശ്വസിക്കുന്നവരാൽ എന്നും സാധ്യമായിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും അങ്ങനെ ഇവർ വിശ്വാസികളുമാകുന്നു. എന്നിരിക്കലും പിന്നെയും തന്റെ ക്രൂശീകരണത്തിന് ശേഷം അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. വേദപുസ്തകം പറയുന്നു, അതായത് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി അവശേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആണിപ്പഴുതേറിയ കൈകളോടുകൂടിയ ഈ മനുഷ്യനെ സഭയോടൊപ്പം നടക്കുന്നതായും മറ്റുമായി ആരും തന്നെ കണ്ടിട്ടില്ല. എബ്രായർ 13:8 അപ്രകാരമാകുന്നില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനല്ല. കാരണം അവൻ ഒരിക്കലും ഒരു മനുഷ്യനിലും കൂടുതലായി യാതൊന്നും തന്നെ ആയിരിക്കുന്നില്ല. അവന് തന്റെ വാഗ്ദത്തങ്ങളെ പാലിക്കാൻ കഴിയുന്നില്ല. അവൻ തന്റെ വാഗ്ദത്തങ്ങൾ പാലിക്കുന്നില്ലെന്ന് ഈ സാക്ഷികളാൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താൽ ഈ പുസ്തകം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളഞ്ഞിട്ട് അതിനെക്കുറിച്ച് മറന്നു കളഞ്ഞിരിക്കണം. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇപ്പോൾ ഓർക്കുക, ഞാൻ വാദിയുടെ ശബ്ദത്തെ ഈ കേസിനെ ഉറപ്പിക്കുന്നതിനായി ഉപയോഗിക്കുകയാണ്. ശരി, അവൻ ലൂക്കോസിന്റെ 17:30 പറഞ്ഞു, അതായത് അവസാന നാളുകളിൽ മനുഷ്യപുത്രൻ വെളിപ്പെട്ടിരിക്കും. ദൈവം സ്വയം അബ്രഹാമിന്റെ വംശത്തിൽ കൂടെ വെളിപ്പെട്ടിരിക്കും. ഇപ്രകാരം ഒരു മതഭ്രാന്തനായ പ്രാസംഗികൻ ഒരിക്കൽ പ്രസംഗിച്ച് താൻ കേട്ടിരിക്കുകയും, അതായത് മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനിൽ അവൻ വീണ്ടും സ്വയം വെളിപ്പെട്ടിരിക്കും. വെളിപാടിന്റെ 10 തന്റെ അവസാനത്തെ ദൂതനിൽ കൂടെ ശീതോഷ്ണവാനായിരിക്കുന്ന ലാവോദിക്യ സഭാ കാലഘട്ടത്തിനനുസരിച്ച് വചനമായിരിക്കുന്ന യേശുവിനെ അവർ സഭയുടെ പുറത്താക്കിയിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. കൂടാതെ ഈ കാലഘട്ടങ്ങളിൽ കൂടെ ആദ്യകാലത്തെ മതപരിഷ്കർത്താക്കൾക്ക് വെളിപ്പെടാത്തതായ വളരെ കാര്യങ്ങളുണ്ടെന്നും അതെല്ലാം ഈ അവസാന കാലത്ത് അന്ത്യസമയത്ത് 7ാമത്തെ ദൂതന്റെ സന്ദേശത്തിൽ കൂടെ ഈ തിരുവെഴുത്തുകളെല്ലാം വെളിപ്പെടുമെന്ന് ദൈവം അവകാശപ്പെടുന്നു. ഈ ഭൂമിയിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകുകയോ ഉണ്ടായിരിക്കുകയോ ഉണ്ടാകാൻ പോകുകയോ ഇല്ല എന്ന് ഇവൻ അവകാശപ്പെടുന്നു. അവൻ അവകാശപ്പെടുന്നത് ഈ കാര്യത്തിൽ, അതായത് ദൈവം തന്റെ വേദപുസ്തകത്തിൽ സഭ വെറും നാമമാത്രമായിട്ട് സ്വയം വിട്ടകന്നു പോകുകയും മലാക്കിയുടെ 4 അവൻ വീണ്ടും ഒരു പ്രവാചകനെ അയക്കുമെന്നും അവകാശപ്പെടുന്നു. അതവൻ അയച്ചു കഴിഞ്ഞിരിക്കുകയും 2 വട്ടം ഏലിയാവും യോഹന്നാൻ സ്നാപകനുമാകുന്നു. അവനൊരു പ്രവാചകനെ അയക്കുകയും അത് ഏലിയാവിന്റെ സാമർത്ഥ്യത്തിലായിരിക്കുകയും ചെയ്യും. അവന്റെ ശുശ്രൂഷയും അവന്റെ പ്രവൃത്തികളും മറ്റെല്ലാ കാര്യങ്ങളും ഏലിയാവിനെ പോലെ ആയിരിക്കും. അതിനുശേഷം അവന്റെ ശുശ്രൂഷയിൽ അവൻ ഈ ഔപചാരികമായ അവസ്ഥയിൽ നിന്നും ജനങ്ങളെ വിളിച്ച് പുറത്താക്കിയിട്ട് തിരികെ യഥാർത്ഥമായ അപ്പോസ്തോലന്മാരായ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ യാതൊരു കാര്യവും നടന്നുകൊണ്ടിരിക്കുന്നില്ല. കൂടാതെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും എന്നവൻ അവന്റെ വചനങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞുപോകയില്ല എന്നും അവൻ അവകാശപ്പെടുന്നു. എന്നാൽ എന്റെ പക്കൽ ഇന്നുച്ചനേരം അത് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുന്നതിനുള്ള തെളിവുകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയപ്പെടുന്ന യേശു ആരാകുന്നു? നിങ്ങൾ എല്ലാവരും ഒരു കൂട്ടം മാനസികമായ മനഃശാസ്ത്രത്തിൽ പണിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യാതൊരു കാര്യവും തന്നെയില്ല. നിങ്ങൾ ഒരു കള്ള പ്രത്യാശയിൽ ആശിക്കുകയാണ്. ഇത് അവന് പറയാൻ കഴിയാവുന്നത്രയും ധാരാളമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അവൻ മുഴുവൻ വേദപുസ്തകം തന്നെ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് വാദിയായ അവൻ ഇപ്പോൾ ഇരിക്കട്ടെ, കൂടാതെ വാദിയുടെ സാക്ഷികളും ഇരിക്കട്ടെ. അവർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മഞ്ചത്തിലേക്ക് നാം പ്രതിയുടെ സാക്ഷിയായ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. അവൻ സംസാരിക്കുന്നതിനായി വരികയാണ്. വാദി തന്റെ കേസിനെ എപ്രകാരം തിരുവെഴുത്തുമായി ഓർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് രീതിയെ നിങ്ങൾ കണ്ടിരിക്കുന്നതായി ഞാൻ ആശിക്കുന്നു.
ഇപ്പോൾ പ്രതിയുടെ സാക്ഷിയായ പരിശുദ്ധാത്മാവ് പ്രതിയായ വചനത്തെ പ്രതിരോധിക്കുന്നതിനായി വരുന്നു. ഇതിലും നന്നായി ഒരുവനെ അവന് കിട്ടാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. He calls the attention to this court that the interpreter of God's word. ആദ്യമായിട്ട് അവൻ കോടതിയുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന്റെ വചനങ്ങളെ ജനങ്ങൾക്ക് വ്യാഖ്യാനിക്കുന്നവനായ ഈ വിവാദി തന്നെയാണ് ദൈവത്തിന്റെ വചനത്തെ ഹൗവയ്ക്ക് വ്യാഖ്യാനം ചെയ്തു കൊടുത്തിരുന്നത്. കോടതി ഇത് മനസ്സിലാക്കുന്നതിനായി അവൻ ആഗ്രഹിക്കുന്നു. അതായത് വ്യാഖ്യാതാവ് ഹൗവയുടെ വ്യാഖ്യാതാവ് തന്നെയായിട്ട് അതിന്റെ ഒരു വാക്ക് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ശരിയായിരുന്നു. അവൻ ഇതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഓർക്കുക, അവൻ തന്നെയാണ് ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അവൻ ഇതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒരു വാക്കെടുത്തു മാറ്റിയത് സകല മരണത്തിനും ദുഃഖത്തിനും രോഗത്തിനും കാരണമാക്കി. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവം തന്റെ വചനത്തിൽ അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ ആദ്യത്തേതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു. അതായത് ഇതിൽ നിന്നും ആരെങ്കിലും ഒരു വാക്ക് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ ഇതിനോട് ചേർക്കുകയോ ചെയ്താൽ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ ഭാഗം എടുത്തു മാറ്റപ്പെടും. അത് വചനം തന്നെയും അത് മാത്രമായിരിക്കണം. അവൻ കോടതി ഇത് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി അത് കട്ടിയായി ആണിയടിച്ചുറപ്പിക്കുകയായിരുന്നു. അതായത് ഇത് ഹൗവയുടെ വ്യാഖ്യാതാവാകുന്നു. അവൻ വീണ്ടും കോടതിയുടെ ശ്രദ്ധയെ വീണ്ടും ആകർഷിക്കാൻ ആഗ്രഹിച്ചിട്ട് അതായത് വാഗ്ദത്തം വിശ്വാസിക്ക് വേണ്ടി മാത്രമാകുന്നു. അത് കപട വിശ്വാസിക്കോ അക്ഷമനോ സംശയാലുവിനോ വേണ്ടിയല്ല എന്ന് പ്രതിയുടെ സാക്ഷി കോടതിയെ വിളിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാകെ ദൃശ്യത്തെ മാറ്റുന്നു, ശരിയല്ലേ? ഇത് സ്വയം തങ്ങളെ തന്നെ വിശ്വാസികളെന്ന് വിളിക്കുന്നവർക്ക് വേണ്ടിയല്ല, ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാകുന്നു. വിശ്വാസികളെന്ന് വിളിക്കുന്നവർക്ക് വേണ്ടിയല്ല. സാത്താനും താൻ ഒരു വിശ്വാസിയാണെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് അവർക്ക് വേണ്ടിയല്ല, ഇത് യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാകുന്നു. ഇപ്പോൾ പ്രതിയുടെ സാക്ഷിക്ക് ഈ മനുഷ്യർ വിശ്വാസികളാണോ അല്ലയോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാകുന്നു. കാരണം പ്രതിയുടെ സാക്ഷി സ്വയം വചനത്തിന്റെ ജീവിപ്പിക്കുന്നവനാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവനറിയാം. അത് സംഭവികമാകുന്നതിന് ദൈവത്താൽ നൽകിയിരിക്കുന്നത് അവനെയാണ്. ഹല്ലേലൂയ! അവൻ ഒരുവനാണത് തെളിയിക്കുന്നത്, അത് നിവൃത്തിയാക്കുന്നത് അവൻ തന്നെയാകുന്നു. അത് ശരിയായ നിലത്താണോ അല്ലയോ വീണത് എന്ന് അവൻ ഒരുവൻ മാത്രം അറിയുന്നു. അത് വചനത്തിന് വേണ്ടി നിൽക്കുന്ന പ്രതിയുടെ സാക്ഷിയാകുന്നു. ശ്രദ്ധിക്കുക, അവൻ വീണ്ടും വിശ്വാസികളെ വിളിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. പ്രതിയുടെ സാക്ഷി അതാണോ അല്ലയോ എന്നറിയുന്നു. അവൻ വചനത്തെ ജീവിപ്പിക്കുന്നവനാകുന്നു. അവൻ വീണ്ടും കോടതിയുടെ ശ്രദ്ധയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന വചനത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് വിളിക്കുന്നു. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതിനായി യാതൊരു നിശ്ചിത സമയത്തെയും അവൻ ഒരിക്കലും വെച്ചിരുന്നില്ല. ശ്രദ്ധിക്കുക, അവർക്ക് എപ്രകാരം വചനത്തെ നിങ്ങൾക്ക് തെറ്റായി വായിച്ച് കൽപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇത് സംഭവിച്ച് ഞാൻ കാണട്ടെ എന്ന് പറയുന്ന ഈ ആളുകൾ നോക്കൂ, വചനത്തെ ശരിയായി വായിക്കുക പോലും ചെയ്യുന്നില്ല. അതായത് ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ തന്നെയും അവൻ അപ്പോൾ ഒരു സമയം പരിധി വെച്ചിട്ടില്ല. കോടതി ഈ ഒരു കാര്യത്തിൽ കൂടി വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഓർത്തിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതായത് യേശുക്രിസ്തു ആ വചനം ജഡമായിട്ട് പറഞ്ഞു, വചനം വിതയ്ക്കുന്നവൻ വിതച്ച ഒരു വിത്താകുന്നു. ആ വിത്തിന് സ്വയം അതിന്റെ വാഗ്ദത്തത്തെ മാത്രമേ ഉത്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് ശരിയായ നിലത്ത് വീണിരിക്കുന്നുവെങ്കിൽ അത് വിത്തിനെ ജീവിപ്പിക്കും. ആമേൻ. കേസ് ഒരുവിധം മാറുന്നത് പോലെയുണ്ട്. അത് ശരിയല്ലേ? അതിന് അതിന്റെ യഥാർത്ഥ സ്ഥാനത്താകേണ്ടിയിരിക്കുന്നു. ഒരു വിത്തുമണി ഈ മേശയുടെ മേൽ വെച്ചാൽ ഒരിക്കലും വളർന്നിട്ട് ഒരു കൊയ്ത്തുണ്ടാകുകയില്ല. ഒരു വിത്തുമണി ഇവിടെ ഒരു നീലക്കല്ലിൽ വെച്ചാലും യാതൊന്നും സംഭവിക്കുകയില്ല. ഒരു വിത്തുമണിക്ക് ആ വിത്തുമണിക്ക് വേണ്ടി വളമിട്ട നിലത്ത് വീഴേണ്ടത് ആവശ്യമാകുന്നു, അല്ലെങ്കിൽ അത് വളരുകയില്ല. ദൈവം പറഞ്ഞു, അവന്റെ വചനം വിതയ്ക്കുന്നവൻ വിതച്ച വിത്താകുന്നു. അത് ശരിയായ മണ്ണിൽ വീണിരിക്കണം. ആ മണ്ണ് വിശ്വാസമാകുന്നു. അതൊരു വിത്താകുന്നു. അത് ഈ ഭൂമിയിൽ തന്നെ വീണിരിക്കണം, അല്ലെങ്കിൽ അത് ജീവിപ്പിക്കപ്പെടാൻ കഴിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പ്രതിയുടെ സാക്ഷിയായി ഇവിടെയുള്ള പരിശുദ്ധാത്മാവിന് ഈ വിത്ത് ശരിയായ നിലത്ത് വീണില്ലെങ്കിൽ അതിന്മേൽ വരാൻ പോലും കഴിയുകയില്ല. അവൻ അതിനെ ജീവിപ്പിക്കുന്നവനാകുന്നു. പ്രതിയുടെ സാക്ഷി തന്റെ ആദ്യത്തെ സാക്ഷിയെ വിളിക്കുന്നു.
വാദിയുടെ അഭിഭാഷകൻ വചനത്തെ തെറ്റാണെന്ന് തെളിയിക്കുന്നതിന് ഈ ഭൂമിയിലുള്ള സാക്ഷികളെ വിളിക്കാൻ കഴിയുമെങ്കിൽ പ്രതിയുടെ സാക്ഷിക്കും അത് ശരിയാണെന്ന് തെളിയിക്കുന്നതിന് സാക്ഷികളെ വിളിക്കുന്നതിനുള്ള അധികാരമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ വചനവുമായിട്ട് ആ വചനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ചോദ്യമാകുന്നു. പ്രതിയുടെ സാക്ഷി ഈ കോടതിയുടെ മുമ്പിൽ ഇന്നുച്ച സമയം ആദ്യത്തെ സാക്ഷിയായ നോഹയെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നോഹ ഒരു ശാസ്ത്രീയ യുഗത്തിൽ ജീവിച്ചിരുന്നുവെന്ന് അവൻ പറഞ്ഞു. നോഹ അത് സാക്ഷീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ അത്ഭുതങ്ങളിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും മാറിപ്പോയിരുന്ന ഒരു കാലത്ത് താൻ ജീവിച്ചിരുന്നു എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ ദൈവത്തിന്റെ വചനം കേൾക്കുകയും ദൈവം ജലപ്രളയത്താൽ ലോകം മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണെന്നും വെള്ളം മേലെ നിന്ന് വരികയും ചെയ്യും, മഴ പെയ്യും എന്നൊരു കാര്യം ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനം താൻ ഒരു പ്രവാചകനായിരിക്കെ വചനം അവന്റെ അടുക്കലെത്തുകയും ആ വചനത്തെ അത് നിവൃത്തിയാകാൻ പോവുകയാണെന്ന് അവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കാരണം അത് ദൈവമായിരുന്നു. ഈ കോടതി ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. അതായത് ശ്രീമാൻ അവിശ്വാസിയും ശ്രീമാൻ സംശയാലുവും ശ്രീമാൻ അക്ഷമനും ആ സമയം മുഴുവൻ തന്നെ പരീക്ഷിച്ചിരുന്നു. എന്നാൽ ഒരു പ്രവാചകനായിരിക്കെ ദൈവത്തിന് കള്ളം പറയാൻ കഴിയില്ലെന്ന് അറിഞ്ഞിരിക്കെ പരിതസ്ഥിതികളെ പരിഗണിക്കാതെ അവൻ വചനത്തെ തന്നെ പിടിച്ചു നിന്നിരുന്നു. അവർ അവന്റെ അടുക്കൽ വന്നിട്ട് ശ്രീമാൻ അവിശ്വാസി പറഞ്ഞു, നോഹേ, നീ എങ്ങനെയാണ് അവിടെ മഴയുണ്ടെന്ന് തെളിയിക്കാൻ പോകുന്നത്? അതെവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവം അല്പപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു, അതതിനെ ഉറപ്പിച്ചിരിക്കുന്നു. അവിടെ മഴയില്ലാതെ മഴ എങ്ങനെയാണ് പെയ്യാൻ പോകുന്നത്? എനിക്കറിയില്ല. എന്നാൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നു, അതതിനെ ഉറപ്പിച്ചിരിക്കുന്നു. ശ്രീമാൻ സംശയാലു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിപ്രകാരം മഴ പെയ്യുമെന്നുള്ള ഒരു കാര്യമാണെങ്കിൽ പിന്നെ ദൈവത്തിന് തന്നെ താഴെ വന്ന മഴയും കൊണ്ട് മുകളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അവനത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? എനിക്കറിയില്ല. ഞാൻ പെട്ടകം നിർമ്മിച്ചതിന് ശേഷം ആദ്യത്തെ കാര്യം അവൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ അവനൊരു പ്രവാചകനായിരിക്കെ ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തപ്പോൾ എല്ലാവരും അവനെ പരിഹസിച്ചിട്ട് പറഞ്ഞു, എനിക്ക് യാതൊരു മഴയും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ പെട്ടകം പണിയാൻ പോയപ്പോൾ അവർ പറഞ്ഞു, ഒരുപക്ഷെ പെട്ടകം പണിത ശേഷമായിരിക്കാം. ശ്രീമാൻ അക്ഷമൻ അവരോട് പറയാൻ ശ്രമിച്ചു, ഒരുപക്ഷെ പെട്ടകം പണിത ശേഷം മഴ വരും. എന്നാൽ പെട്ടകത്തിന്റെ പണി പൂർത്തിയായ ശേഷവും മഴ പെയ്തില്ല. അതിന്റെ അടുത്ത ദിവസവും പെയ്തില്ല, അടുത്ത ആഴ്ചയിലും പെയ്തില്ല, അതിന്റെ അടുത്ത മാസവും പെയ്തില്ല, അടുത്ത വർഷവും പെയ്തില്ല. അങ്ങനെ പെട്ടകത്തിന്റെ പണി പൂർത്തിയായ ശേഷവും അപ്പോഴും മഴ പെയ്തില്ല. അതിനുശേഷം അവൻ പറഞ്ഞു, ദൈവത്തിന്റെ ശബ്ദം തിരികെ വന്ന് അവനോട് പറഞ്ഞു, നീ പ്രകൃതിയിൽ ഒരു അമാനുഷികമായ അടയാളമായി പക്ഷികളും മൃഗങ്ങളും അതിലേക്ക് കടക്കുന്നതായി കാണും. അപ്പോൾ ശ്രീമാൻ അവിശ്വാസി അവനെ പരിഹസിച്ചിട്ട് പറഞ്ഞു, ഇത് പക്ഷികളുടെ വാസസ്ഥലമാകുന്നു, അതൊരു കോഴിക്കൂടാകുന്നു. അങ്ങനെ എല്ലാവരും അവനെ ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ദൈവം അവനോട് കൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടകത്തിനുള്ളിൽ കടക്കുക. അങ്ങനെ നോഹ വാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അവസാനത്തെ വെളി കിട്ടുകയാണ്, കടന്നു വരൂ. എന്നാൽ അവന്റെ സ്വന്തം കുടുംബം മാത്രമല്ലാതെ മറ്റാരും വന്നില്ല. അങ്ങനെ അവൻ പെട്ടകത്തിനുള്ളിൽ കടന്നു. അവൻ തന്റെ സ്നേഹമേറിയ ചെറിയ കുടുംബത്തോട് പറഞ്ഞു, ഇതിപ്പോൾ പ്രവാചകനായ നോഹ സംസാരിക്കുകയാണ്. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ മഴ പെയ്യാൻ പോവുകയാണ്, യാതൊരു സംശയവുമില്ല. അവൻ അകത്ത് കിടന്നപ്പോൾ വാതിൽ അമാനുഷികമായി തന്നെ അവന്റെ പിന്നിൽ അടയ്ക്കപ്പെട്ടുപോയി. അവൻ തന്റെ ഭാര്യയോടും മരുമക്കളോടും മക്കളോടുമായി പറഞ്ഞു, നോക്കൂ പ്രിയെ, നാം ദൈവവുമായി അടച്ചുപൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ മേലെയായി ഒരു കിളിവാതിലുണ്ട്. എളുപ്പം പഠിച്ചവട്ടി മേലെ കയറിക്കൊള്ളുക, ഇത് വിട്ടുകളയരുത്, എളുപ്പം ഓടിക്കയറിക്കൊള്ളുക. ഇപ്പോൾ മഴ പെയ്യാൻ പോവുകയാണ്, യാതൊരു സംശയവുമില്ല. അവൻ പ്രസംഗിച്ച് കേട്ട് പുറത്തു നിന്നിരുന്നതായ ചില ആളുകൾ പറഞ്ഞു, ഈ പ്രാന്തൻ പറഞ്ഞത് ശരിയായിരിക്കാൻ ഇടയുണ്ടോ? ശ്രീമാൻ അവിശ്വാസിയും ശ്രീമാൻ സംശയാലുവും ശ്രീമാൻ അക്ഷമനും അവരെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നാം ഇത് കണ്ടുപിടിക്കുന്നതാണ്. അവർ ചോദിച്ചു, നോഹേ, നീ അവിടെ ഉണ്ടോ? അതെ, ഉണ്ടല്ലോ. വാതിൽ തുറക്കുക, ഞങ്ങൾ ചുറ്റുമായി കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവം വാതിൽ അടച്ചിരിക്കുന്നു, എനിക്കത് തുറക്കാൻ കഴിയുകയില്ല. അത് തുറക്കാൻ ഇവിടെ യാതൊരു കുറ്റിക്കൊളുത്തുമില്ല. ഇപ്പോൾ അവർ പറഞ്ഞു, ആ കിഴവനായ ഭ്രാന്തൻ അകത്ത് കിടന്ന് വാതിൽ അടച്ചിട്ടിട്ട് നമ്മെ ഇപ്രകാരം ചിന്തിക്കുന്നതിനിടയാക്കിയാണ്. ഇതൊരു കബളിപ്പിക്കലാണ്. അവൻ നമ്മെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഇതാ വാദിയുടെ സാക്ഷി അവിടെ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കേൾക്കുകയാണ്. കാരണം ഇത് ചെയ്തതിൽ അവർ കുറ്റക്കാരാണ്. വേദപുസ്തകം അപ്രകാരം പറയുന്നു, പരിഹാസികൾ. അവർ എന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. ഞാൻ സ്വയം തന്നെ മഴയ്ക്കായി കാത്തിരുന്നു. ദിവസം മുഴുവൻ യാതൊരു മഴയുമില്ലായിരുന്നു. അടുത്ത ദിവസം യാതൊരു മഴയുമില്ലായിരുന്നു. അടുത്ത ദിവസവും യാതൊരു മഴയുമില്ലായിരുന്നു. 4 ദിവസം യാതൊരു മഴയുമില്ലായിരുന്നു. 5 ദിവസം യാതൊരു മഴയുമില്ലായിരുന്നു. 6 ദിവസം യാതൊരു മഴയുമില്ലായിരുന്നു. എന്നാൽ മഴ എപ്പോഴാണ് പെയ്യാൻ പോകുന്നതെന്ന് ദൈവം എന്നോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല.
മഴ പെയ്യും എന്ന് മാത്രം അവൻ എന്നോട് പറഞ്ഞിരുന്നു. അവൻ യാതൊരു സമയപരിധിയും വെച്ചിരുന്നില്ല. മഴ പെയ്യാൻ പോകുകയാണെന്ന് മാത്രം അവൻ പറഞ്ഞിരുന്നു. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ ഉടനെ തന്നെ അവർ തറയ്ക്ക് ചുറ്റുമായി ഓടുകയും ചാടുകയും ചെയ്യുമെന്ന് സംശയാലും നിങ്ങളെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്ക് സൗഖ്യം വരും എന്നവൻ പറഞ്ഞു. അതെപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ അവൻ പറഞ്ഞിരുന്നില്ല. അവർക്ക് സൗഖ്യം വരും. അവൻ പറഞ്ഞു, വിശ്വാസത്താലുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് യാക്കോബ് 5:14 പറഞ്ഞിരിക്കുന്നു. അതെപ്പോഴാണ്? അവനത് പറഞ്ഞിട്ടില്ല. അവനത് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു. മർക്കോസിന്റെ 16 അവൻ പറഞ്ഞു, ഈ മലയോട് നീങ്ങിപ്പോക എന്ന് നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ നീ അപേക്ഷിച്ചത് നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതെപ്പോഴാണെന്ന് അവൻ പറഞ്ഞില്ല. അത് സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ! വചനത്തിന്റെ തെറ്റായ വ്യാഖ്യാതാവിനെ നിങ്ങൾ അവിടെ കാണുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ പറയും, വളരെ സമയം കൊണ്ട് ചക്രവണ്ടിയിലായിരിക്കുന്ന ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് കാണട്ടെ. തനിക്ക് വിശ്വാസമുണ്ടെന്ന് അവൻ പറയുന്നു. ആ പിശാച് അവൻ ആരാകുന്നുവെന്ന് നിങ്ങൾ കണ്ടില്ലേ? അവർ ഉടനെ ചാടി എഴുന്നേറ്റ് അവിടെ തന്നെ അത് പ്രാപിക്കുമെന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. വളരെയധികം പെന്തിക്കോസ്തുകാരായ ജനങ്ങൾ അതേ കാര്യം തന്നെ വിചാരിച്ചിരുന്നു. എന്നാൽ വേദപുസ്തകം ഒരിക്കലും അത് പറയുന്നില്ല. അവൻ പറഞ്ഞു, അവർ അത് വിശ്വസിച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് തെളിയിക്കുന്നതിനായി അവന്റെ സാക്ഷികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നോഹ പറഞ്ഞു, 120 വർഷത്തിന് ശേഷം മഴ പെയ്യുകയുണ്ടായി. എന്നാൽ മഴ പെയ്യുക തന്നെ ചെയ്തു. നോഹ തന്റെ തലമുറയിൽ തന്നെ അത് കാണുമെന്ന് അറിഞ്ഞിരുന്നു. കാരണം അവൻ പെട്ടകം നിർമ്മിക്കുകയും അതിൽ കടക്കാൻ തയ്യാറായിരുന്നിരുന്നു. ഇപ്പോൾ അത് സത്യമാണെന്ന് നാം കാണുന്നു. ഇതാദ്യത്തെ സാക്ഷിയായ നോഹയാകുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സാക്ഷിയെ നമുക്ക് വിളിക്കാം. നമുക്ക് അബ്രഹാമിനെ വിളിക്കാം. അവൻ പറഞ്ഞു, ഞാനൊരു പ്രവാചകനായിരുന്നു. ദൈവം നൽകിയ പ്രേരണയ്ക്കടിയിലായിട്ട് ഞാൻ പ്രവചിച്ചിരുന്നു. അവൻ എന്നോട്, എന്റെ ഭാര്യയ്ക്ക് 65 വയസ്സ് പ്രായവും എനിക്ക് 75 വയസ്സ് പ്രായമായിരിക്കുമ്പോൾ സാറായിൽ കൂടി എനിക്കൊരു മകനുണ്ടാകാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഞാൻ മധ്യനും അവളുടെ ഗർഭം മരിച്ചതുമായിരുന്നു. അവൾ ആർത്തവം കഴിഞ്ഞിട്ട് 20 വർഷത്തിൽ കൂടുതലായി കഴിഞ്ഞിരുന്നു. ഈ വർഷക്കാലമെല്ലാം ഞാൻ അവളോടുകൂടെ തന്നെ ജീവിച്ചിരുന്നിട്ട് മക്കളുണ്ടാകുമെന്നുള്ളതിന്റെ യാതൊരു അടയാളവുമില്ലായിരുന്നു. അവളുടെ ഗർഭം മരിച്ചിരുന്നു. എന്നാൽ അവളിൽ കൂടി തന്നെ എനിക്കൊരു മകനുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാമോ, ശ്രീമാൻ അവിശ്വാസിയും ശ്രീമാൻ സംശയാലുവും ശ്രീമാൻ അക്ഷമനും ആദ്യത്തെ 28 ദിവസം കഴിഞ്ഞപ്പോൾ സാറായിക്ക് യാതൊന്നും സംഭവിക്കാതിരിക്കുന്നത് അവർ കണ്ടിട്ട് അവർ കളിയാക്കുകയും എന്നെ പരിഹസിക്കുകയും ചെയ്തു. ആദ്യത്തെ വർഷം അവർ എന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മക്കളുണ്ട്? എന്നാൽ 25 വർഷത്തിന് ശേഷം ആ കുട്ടി ദൃശ്യത്തിലെത്തി. അത് സംഭവിക്കുക തന്നെ ചെയ്തു. നിനക്ക് അടുത്ത ആഴ്ചയിൽ സാറായിൽ കൂടി ഒരു മകനുണ്ടായിരിക്കും എന്ന് ദൈവം പറഞ്ഞില്ല. അവൻ ഏതെങ്കിലും സമയം അതിനായി നിയുക്തമാക്കിയിരുന്നില്ല. അവന് സാറായിൽ കൂടി ഒരു മകനുണ്ടാകുമെന്ന് പറഞ്ഞു. എപ്പോഴാണ്, ഒരിക്കലും എന്ന് പറഞ്ഞില്ല. അവനൊരു ബാലനുണ്ടാകും എന്ന് മാത്രം പറഞ്ഞു. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ ഞാൻ സംശയിച്ചില്ല. എന്നാൽ അത് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും കൂടുതൽ ശക്തിപ്പെട്ടു വന്നു. ഞാൻ ശാരീരികമായി ബലഹീനനായിരിക്കുമ്പോൾ അത് ബാലന്റെ വരവിനെ തടസ്സമായിരിക്കും. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനനാകുന്നതിന് പകരം ഞാൻ വിശ്വാസത്തിൽ ശക്തനാകുകയും ചെയ്തു. കാരണം ദൈവം തന്റെ വചനത്തെ പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സാറായുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ എത്തി. 3 മനുഷ്യരായിരുന്നു. 2 പേർ സോദോമിലേക്ക് പോയി. ഒരാൾ എന്നോടൊപ്പം നിന്ന് എന്നോട് സംസാരിക്കുകയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്തു. ഞാൻ വൃദ്ധനായിട്ട് എന്റെ തോള് കുനിഞ്ഞിരുന്നു. സാറായിക്ക് കഷ്ടിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾക്കറിയാമോ, അതിന്റെ അടുത്ത ദിവസം തന്നെ എന്റെ പുറംഭാഗത്ത് നിന്ന് കൂന് മാറാൻ തുടങ്ങിയും എന്റെ മുടി കറുപ്പാകാൻ തുടങ്ങിയും സാറായുടെ കവിളുകൾ ചുമക്കാൻ തുടങ്ങുകയും ചെയ്തു. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹ്നാം, ഇത് തത്വസംഹിതയാണ്. ഒരു നിമിഷം, അവനത് ചെയ്തോ എന്ന് നമുക്ക് നോക്കിക്കാണാം. ശ്രദ്ധിക്കുക, അവർ ഒരു യൗവനക്കാരായ പുരുഷനും സ്ത്രീയുമായി മാറി. ഓഹോ, സഹോദരൻ ബ്രഹ്നാം എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇപ്പോൾ ദൈവം തന്റെ സന്ദേശത്തെ വരികൾക്കിടയിലായി മറച്ചുവെക്കുന്നു. സെമിനാരി ഒരിക്കലും അത് അറിയുകയില്ല. അത് ശരിയാണ്. ഇല്ല, ഇതൊരു പ്രേമകഥയാണ്. എന്റെ ഭാര്യ അവിടെ നിന്ന് എനിക്കൊരു കത്തെഴുതുകയാണ്. അവൾ കത്തിലെ ഓരോ കാര്യങ്ങൾ എഴുതുന്നു. എന്നാൽ എനിക്ക് അത് വരികൾക്ക് ഇടയിലായി വായിക്കാൻ കഴിയും. അവൾ എന്തിനെക്കുറിച്ചാണ് എഴുതുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നു. എനിക്ക് അവളുടെ സ്വഭാവത്തെ അറിയാം. എന്താണ് അവൾ അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയാം. ബില്ലി, ഞാൻ രാത്രിയിൽ ഇവിടെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഉറങ്ങി. ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുകയാണ്. ഓ, അവൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയാം. നോക്കൂ, കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ ദൈവവുമായി സ്നേഹത്തിലാണെങ്കിൽ അവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലായിട്ട് ആ പരിശുദ്ധാത്മാവ് സ്വയമായി വചനത്തിന്റെ വ്യാഖ്യാതാവാണ്. ശ്രദ്ധിക്കുക, അവർ വളരെ വൃദ്ധരായിരുന്നു എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. ഇപ്പോൾ എളുപ്പമായിട്ട് അതിന്റെ അവസാനത്തെത്താം.
അതിനുശേഷം അവൻ പറഞ്ഞു, ഞാനൊരു യൗവനക്കാരനും അവളൊരു യൗവനക്കാരിയുമായി മാറി. നിങ്ങൾ ചോദിച്ചേക്കാം, ഓ സഹോദരൻ ബ്രഹാം, ആ മകനെ ലഭിക്കുന്നതിന് വേണ്ടി അവളുടെ ഗർഭം നിർജീവവും അവന്റെ ജീവവാഹിനി മരിച്ചതുമായിരുന്നു. അവന് വേറൊരു ഗർഭം അവൾക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടിയിരുന്നു. അവൻ അങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നുവോ? കൂടാതെ ഇന്നത്തുള്ള മാതിരി പാൽക്കുപ്പി കുഞ്ഞിന്റെ വായിൽ വെച്ചിട്ട് തള്ളയ്ക്ക് ചുറ്റുമായി കറങ്ങി നടക്കുവാൻ അത് കഴിയുമായിരുന്നില്ല. ആ നാളുകളിൽ അതിനുവേണ്ടി മുല കുടിപ്പിക്കുന്ന മാതാക്കളായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി മുലപ്പാലിന്റെ ധമനികൾ വരണ്ടു കഴിഞ്ഞിരിക്കുകയും അതിനാൽ ഈ കുഞ്ഞിന് മുല കുടിപ്പിക്കുന്നതിനായി പുതിയ ധമനികൾ അവൻ ഉണ്ടാക്കേണ്ടിയിരുന്നു. മറ്റൊരു കാര്യം എന്താണെന്നാൽ 100 വയസ്സുള്ള ഒരു സ്ത്രീക്ക് പ്രസവവേദനയുണ്ടാകുമോ? ദൈവത്തിന് അവൾക്കൊരു പുതിയ ഹൃദയം നൽകേണ്ടിയിരുന്നു. അതുകൊണ്ട് അവനത് തുന്നിച്ചേർത്തുണ്ടാക്കിയില്ല. എന്നാൽ അവനിൽ കൂടെ അബ്രഹാമിന്റെ സകല സന്തതിയോടും അവൻ എന്ത് ചെയ്യുമെന്ന് കാണിക്കുകയും അവർ പുതുക്കപ്പെട്ട് നാം കാത്തിരിക്കുന്ന വരുവാനിരിക്കുന്ന പുത്രനെ സ്വീകരിക്കുന്നതിനായി ഒരു പുതിയ ദേഹത്തെ പ്രാപിക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും ആ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നു. നിങ്ങളിത് അസംബന്ധമാകുന്നു എന്ന് പറഞ്ഞേക്കാം. ശരിയെങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കുക. അവർ താമസിച്ചിടത്തു നിന്നും 300 മൈൽ അകലെയുള്ള ഫെലിസ്തീനയുടെ ദേശമായ ഗേരാറിലേക്ക് അവർ യാത്രയായി. അവിടെ അബിമലേക്ക് എന്ന പേരുള്ള ഒരു യൗവനക്കാരനായ രാജാവുണ്ടായിരുന്നു. അവനൊരു മധുര ഹൃദയത്തിനായി സുന്ദരികളായ ഫെലിസ്തീയ പെൺകുട്ടികളെ നോക്കിയിരുന്നു. അപ്പോൾ അവിടേക്കിതാ അമ്മച്ചിയായ സാറ അബ്രഹാമിനോടൊപ്പം ഒരു പുതപ്പും മൂടിക്കൊണ്ട് കടന്നു വന്നു. അബ്രഹാം പറഞ്ഞു, പ്രിയേ, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അവൻ പറഞ്ഞു, നീ കാഴ്ചയ്ക്ക് അത്ര സുന്ദരിയായിട്ട് രാജാവ് നിന്നെ കാണുമ്പോൾ നിന്നെ അവന് ഭാര്യയായിട്ടെടുക്കും. ജനങ്ങൾ അവളെ കണ്ടപ്പോൾ അവൾ അത്രയധികം സുന്ദരിയായിരുന്നു. അമ്മച്ചി അവൾ അത്ര സുന്ദരിയായിട്ട് അബിമേലെക്ക് അവളെ ഭാര്യയാക്കുന്നതിന് വേണ്ടി എടുത്തുകൊണ്ടുപോയി. അതിനുശേഷം ദൈവം അബിമേലെക്കിന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, അവളുടെ ഭർത്താവിന്റെ പ്രവാചകനാകുന്നു. നീ അവളെ തൊട്ടാൽ നീ മരിച്ച മനുഷ്യന് തുല്യനാകും. അത് ശരിയല്ലേ? അബ്രഹാമിന്റെ സകല സന്തതിയോടും ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ കാണിക്കുകയായിരുന്നു. അവനത് എപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞില്ല, എന്നാൽ അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ശരി തന്നെ സുഹൃത്തുക്കളെ, അതങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. എങ്ങനെയൊക്കെയായാലും അവനത് ചെയ്യും. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ 25 വർഷങ്ങൾക്ക് ശേഷം സാറ ആ മകനെ പ്രാപിച്ചു. അത് വാഗ്ദത്തത്തിന് ശേഷം 25 വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു. അവൾ എപ്പോൾ അത് പ്രാപിക്കുമെന്ന് വചനം ഒരിക്കലും പറഞ്ഞിരുന്നില്ല, എന്നാൽ അവൾ അത് പ്രാപിക്കുമെന്ന് വചനം പറഞ്ഞു. ഇപ്പോൾ ഈ സാക്ഷികളുമായിട്ട് നമുക്ക് എളുപ്പമാകാം. 3-ാമത്തെ സാക്ഷി മോശയാകുന്നു. അവൻ പറഞ്ഞു, ദൈവം അവനൊരു അടയാളം നൽകിയിട്ട് അത് ആ കാലത്തേക്കുള്ള വചനമായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായിരുന്നു. അവൻ ആ വചനത്തെ എടുത്തുകൊണ്ട് അതോടൊപ്പം അതിന്റെ ചിഹ്നത്തെയും അടയാളത്തെയും എടുത്തുകൊണ്ട് പാസ്റ്റർ ഫറവോയുടെ മുമ്പിലേക്ക് ചെന്നു. പാസ്റ്റർ ഫറവോൻ പറഞ്ഞു, അതൊരു വെറും നിസ്സാരമായ മാജിക്കാരന്റെ അടവിദ്യയാണ്. അതേ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർ എന്റെ പക്കൽ ഇവിടെയുണ്ട്. അങ്ങനെ അവർ അത് ചെയ്തു കാണിച്ചു. ആൾമാറാട്ടക്കാർ. അവൻ പറഞ്ഞു, ഞാനൊരു പ്രവാചകനായിരിക്കാതെ അത് ദൈവത്തിന്റെ വാഗ്ദത്തപ്പെട്ട വചനമാണെന്ന് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിൽ യാതൊന്നുമില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ തന്നെ ഈ ആൾമാറാട്ടക്കാർ ഇവിടെ ചെയ്തുകൊണ്ട് നടക്കുന്നു. എന്നാൽ ഇത് ദൈവത്തിൽ നിന്ന് വന്നിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ അവിടെ തന്നെ നേരെയായി ഉറച്ചു നിന്നു. മോശെ ഈ ജനങ്ങളെ വിടുവിച്ച് ഈ മലയുടെ അടുക്കൽ കൊണ്ടുവരുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. അവർ അവിടെ അന്ന് തന്നെ തിരികെ എത്തുമെന്ന് അവൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കാം. എന്നാൽ അത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അങ്ങനെ അവർ തിരികെ എത്തുകയും ചെയ്തു. അവർ മലയിൽ എത്തിച്ചേർന്നു. ദൈവം തന്റെ വചനം നിവൃത്തിയാക്കി. അവൻ വാഗ്ദത്തം ചെയ്ത മാതിരി തന്നെ അവരെ വാഗ്ദത്ത ദേശത്തെ കൊണ്ടുപോയി. അവൻ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചു. ഇപ്പോൾ ഉടനെ തന്നെ ഞാൻ വേറൊരു സാക്ഷിയെ കൂടി കൊണ്ടുവരാൻ പോകുകയാണ്. അത് 4-ാമത്തെ സാക്ഷിയായ യോശുവ ആകുന്നു. അവൻ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകിയപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകുകയും അത് ഏകദേശം ഒരു 40 മൈലുകളോ മറ്റോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കാദേശ് ബർണിയയിൽ എത്തിയപ്പോൾ ഈ ദേശം നമുക്ക് എടുക്കാമോ പറ്റത്തില്ലയോ എന്ന് നോക്കുന്നതിനായി മോശ സാക്ഷികളെ വിട്ടു. കൂടാതെ അമാലേക്കരും ഇവരെല്ലാം വലിയ ഉയർന്ന ഭിത്തി പോലെ അവിടെ നിൽക്കുന്നു. നമുക്കവരെ പിടിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ അവർ കാണപ്പെടുന്നു. എന്നാൽ ആരോ ചെന്ന് ആ ദേശം നല്ലതായിരുന്നു എന്നുള്ളതിന്റെ തെളിവുമായിട്ട് തിരികെ വന്നു. അതിനാൽ അവൻ പറഞ്ഞു, ബാക്കിയുള്ള ഗോത്രക്കാരെല്ലാം കൂടി പറഞ്ഞു, നമുക്കിത് എടുക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റിട്ട് ജനങ്ങളെ നിശബ്ദരാക്കിയിട്ട് അവിടെയുള്ള ജനങ്ങളുടെ വലിപ്പമല്ല, എന്നാൽ ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം ഇത് നിവൃത്തിയാക്കും എന്ന് അവർ അറിയുന്നതിനിടയാക്കി. അവൻ പറഞ്ഞു, ഞാൻ ജനങ്ങളെ നിശബ്ദരാക്കിയ ശേഷം ദൈവം ഞങ്ങളെ അടുത്ത ദിവസമോ അതിന്റെ അടുത്ത ആഴ്ചയോ എടുത്തു കൊണ്ടുപോയില്ല. എന്നാൽ 40 വർഷങ്ങൾക്ക് ശേഷം അവൻ ഞങ്ങളെ കൊണ്ടുപോയി. എന്നാൽ അവൻ ഞങ്ങളെ എന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നില്ല. അവൻ ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുമെന്ന് മാത്രം പറഞ്ഞിരുന്നു. അങ്ങനെ എത്തിച്ചേരുകയും ചെയ്തു. ഒരു നിമിഷത്തേക്ക് യെശയ്യാവ് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിനെ ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, ഞാൻ ജനങ്ങളുടെ ഇടയിൽ ന്യായീകരിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. എല്ലാവരും എന്നെ വിശ്വസിച്ചിരുന്നു. ഉജിയാവ് രാജാവ് തൊട്ട് എല്ലാവരും എന്നെ വിശ്വസിച്ചിരുന്നു. ഞാനൊരു ന്യായീകരിക്കപ്പെട്ട പ്രവാചകനാകുന്നു. ഞാൻ പറഞ്ഞിരുന്നത് ദൈവം നിവൃത്തിയാക്കിയിരുന്നു. ഞാൻ സംസാരിച്ചിരുന്നതിന്റെ വാക്കുകളെ അവൻ സംഭവിക്കുന്നതിനിടയാക്കി. കാരണം ഞാൻ അവന്റെ നാമമായ യഹോവയുടെ നാമത്തിൽ സംസാരിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഒരു ദിവസം യഹോവ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവർക്കൊരു അടയാളം നൽകാൻ പോകുകയാണ്. ഒരു കന്യക ഗർഭം ധരിക്കും. ഞാനത് യഹോവ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു, ഈ കോടതി ഇത് അറിഞ്ഞിരിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ എബ്രായ പെൺകുട്ടികളും ബൂട്ടീസും മറ്റുള്ളതെല്ലാം ഈ ബാലന് വേണ്ടി കരുതിയിരുന്നു. ഒരു കന്യക ഗർഭം ധരിക്കാൻ പോവുകയാണ്. മാസങ്ങൾ കടന്നുപോയി, അത് സംഭവിച്ചില്ല. ആഴ്ചകൾ കഴിഞ്ഞു, അത് സംഭവിച്ചില്ല. ഏകദേശം 800 വർഷങ്ങൾക്ക് ശേഷം ഇത് സംഭവിക്കുകയും ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. യഹോവ ഒരിക്കലും അവനോട് ഇത് നാളെ സംഭവിക്കാൻ പോകുകയാണെന്നോ നിന്റെ കാലത്തുള്ള ഏതെങ്കിലും ഒരു കന്യകയായിരിക്കുമെന്നോ ഒരിക്കലും പറഞ്ഞില്ല. ഒരു കന്യക ഗർഭം ധരിക്കും എന്ന് മാത്രം അവൻ പറഞ്ഞു. അതതിനെ ഉറപ്പിച്ചിരുന്നു. അതെപ്പോഴായിരിക്കുമെന്ന് അവൻ പറഞ്ഞില്ല. അങ്ങനെ സംഭവിക്കും എന്ന് മാത്രം അവൻ പറഞ്ഞു. ഇപ്പോൾ കോടതിക്ക് ആനുകൂല്യമെങ്കിൽ ഞാൻ തന്നെ അവന്റെ അടുത്ത സാക്ഷ്യമായിരിക്കട്ടെ. അടുത്ത സാക്ഷ്യമായിട്ട് ഞാൻ തന്നെ അവന് സാക്ഷ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസത്തേക്കുള്ള വാഗ്ദത്തത്തെയാണ് ഞാൻ സാക്ഷീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കെന്റുക്കിയിൽ ഒരു ബാലനായി ഞാൻ ജനിച്ചപ്പോൾ ഒരു വെളിച്ചം അവിടെ നിന്നിരുന്നത് പ്രാർത്ഥനയുടെ കാർഡുകളിലും മറ്റുമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്റെ അമ്മയോടും അപ്പനോടും ഞാൻ അതിനെക്കുറിച്ച് ഈ കാലമെല്ലാം പറഞ്ഞു വന്നിരുന്നു. ഇത് കേൾവിക്ക് വ്യക്തിപരമായിരിക്കില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവന്റെ മുമ്പാകെ ഒരു സാക്ഷിയായി മാത്രം ഞാൻ നിൽക്കുന്നു. ഇത് അവൻ വചനരൂപത്തിലാകുന്നു. അതെന്തർത്ഥമാക്കിയിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ആർക്കും തന്നെയും അറിയില്ലായിരുന്നു. ആ മലകളുടെ പിന്നിലായുള്ള ഒരു ചെറിയ വീട്ടിൽ നമുക്കിപ്പോഴുള്ള മാതിരി ഒരു കണ്ണാടി ജനൽ പോലുമില്ലായിരുന്നു. ജനാലയായിട്ട് തുറക്കുന്നതിന് ഒരു ചെറിയ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അന്ന് രാവിലെ സമയം ഒരു വെളിച്ചം കടന്നു വന്നു. ഞാൻ ജനങ്ങളോടും അമ്മയോടും പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും അതുപോലെ തന്നെ സംഭവിക്കുമായിരുന്നു. അവർ അത് വിശ്വസിച്ചിരുന്നില്ല. അത് അപ്രകാരമല്ല എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ദൈവം ശാസ്ത്രീയ തെളിവുകളാൽ അത് അപ്രകാരമായിരുന്നുവെന്ന് തെളിയിച്ചു കാണിച്ചു. അത് അപ്രകാരമായിരിക്കുന്നു. കാരണം അതൊരു പ്രതിജ്ഞയാകുന്നു. 7 വയസ്സുള്ളപ്പോൾ മരത്തിനടിയിൽ വെച്ച് ഒരു ശബ്ദം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നീ ഒരിക്കലും പുകവലിക്കുകയോ മദ്യപിക്കുകയോ നിന്റെ ശരീരത്തെ മലിനമാക്കുകയോ ചെയ്യരുത്. ഞാനൊരു മദ്യപാനക്കാരന്റെ വീട്ടിലായിട്ട് വേദപുസ്തകം എന്തായിരുന്നുവെന്നോ അതിന്റെ ഒരു വചനം തന്നെയോ അറിയില്ലായിരുന്നു. ഒരു പഞ്ചാംഗം വീട്ടിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്നിരിക്കാം. എന്നാൽ ഒരു വേദപുസ്തകം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. എന്റെ ജനങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയുകയല്ല. എന്നാൽ അതിനെക്കുറിച്ച് എല്ലാം ദൈവം അറിയുന്നു. എനിക്ക് മുമ്പുണ്ടായിരുന്നതായ എന്റെ ജനങ്ങൾക്ക് അവർ കത്തോലിക്കരായിരിക്കാതെ മറ്റ് യാതൊരു വഴിയുമില്ലായിരുന്നു. അവർ സഭയിൽ നിന്നും വിവാഹിതരാക്കപ്പെട്ടു പോയിട്ട് യാതൊരു മതം തന്നെയും ഇല്ലായിരുന്നു. നാം അതിന് യാതൊരു ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. എന്നാൽ എന്ത് സംഭവിക്കാൻ പോകുകയാണെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ട്, ഞാൻ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ശരീരം മലിനപ്പെടുത്തുകയോ ചെയ്യരുത്. നിനക്ക് പ്രായമാകുമ്പോൾ ചെയ്യുന്നതിന് ഒരു പ്രവൃത്തിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കൊള്ളാം. അത് വർഷങ്ങൾക്ക് ശേഷമായിട്ട് ഞാനൊരു ശുശ്രൂഷകനാകുമെന്ന് തന്നെ എനിക്ക് എങ്ങനെ അറിയാം? ഒരു പ്രാസംഗികന്റെ വിചാരത്തെ ഞാൻ വെറുത്തിരുന്നു. എന്നാൽ എങ്ങനെയോ അത് സംഭവിച്ചു. അതവൻ തന്റെ വചനത്തെ പാലിക്കുന്നുവെന്ന് കാണിക്കുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം അവനൊരു കുറ്റിക്കാട്ടിൽ എനിക്ക് പ്രത്യക്ഷനായി. അതിന്റെ അടുത്ത ദിവസം നദി മറികടക്കുന്നതിനുള്ള ഒരു പാലത്തെ അവൻ എനിക്ക് കാണിച്ചിട്ട് അതിന്റെ പണി സമയത്ത് 16 പേർ അതിൽ നിന്നും വീഴുന്നതായി കാണിച്ചു. ഞാൻ അമ്മയോട് ഒരു മരത്തിനടിയിലായി ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവർ പറഞ്ഞു, മകനെ, നീ ഉറക്കത്തിലായിരുന്നു കാണും. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല അമ്മേ, ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. അന്നു മുതൽ കൃത്യമായും 17 വർഷങ്ങൾക്ക് ശേഷം ജെഫർസൺ വില്ലയിലെ മുനിസിപ്പാലിറ്റിയുടെ കെന്റുക്കിയിലേക്ക് പണിതിരുന്ന പാലം വീഴുകയും 16 മനുഷ്യർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അത് കൃത്യമായും പറഞ്ഞതുപോലെയായിരുന്നു. അങ്ങനെ ശ്രീമാൻ അവിശ്വാസി എന്നെ ഇത്രയും കാലം പരീക്ഷിച്ചിരുന്നു. ആണിപ്പഴുതുകളേറിയ കരങ്ങളോടുകൂടി യേശു ഇവിടെ ആയിരിക്കുന്നതിനെ കുറിച്ച് ഈ അന്ധനായ വാദിയുടെ ശ്രദ്ധയെ ഞാൻ വിളിക്കട്ടെ. അവൻ ഒരിക്കലും ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവൻ സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ കണ്ണുകളും അവനെ കാണും, എല്ലാ നാവും ഏറ്റുപറയും എന്നവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ തന്റെ ആത്മാവിന്റെ ശക്തിയെ അയച്ചിട്ട് മർക്കോസിൽ എഴുതിയിരിക്കുന്ന തന്റെ വചനത്തെ നീതീകരിച്ച് കാണിക്കുമെന്ന് മാത്രം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർക്കത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇന്ന് ഉച്ചനേരത്തെ നമ്മുടെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങളുടെ ജീവിതത്താലും അത് ഞാൻ ഒഴിവാക്കിയാണ്. ഞാൻ താളുകൾ മറിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ. എനിക്കത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കുന്നതിന് ഇതിപ്പോൾ ധാരാളമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും അവർ അത് വിശ്വസിക്കുന്നില്ല. നോഹയുടെ കാലത്തെ പോലെയും ലോത്തിന്റെ കാലത്തെ പോലെയും തന്നെ അവസാന നാളിലുമായിരിക്കും എന്ന് യേശു അത് വാഗ്ദത്തം ചെയ്തിരുന്നു. നമുക്കത് കിട്ടിയിരിക്കുന്നു. അതിവിടെ ആയിരിക്കുന്നു. അത് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ എത്രയോ തിരുവെഴുത്തുകളാകുന്നു. സോദോമിന്റെ കാലത്ത് അബ്രഹാമിന് സംഭവിച്ചതുപോലെ തന്നെ തിരികെ ക്രിസ്തുവിലായിരിക്കുന്ന അബ്രഹാമിന്റെ രാജകീയ വംശത്തിന് വീണ്ടും തിരികെ വരും. ക്രിസ്തു വചനമായ രൂപത്തിൽ തിരികെ മനുഷ്യ ജീവിതങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് അവൻ അടയാളമായി ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അടയാളങ്ങളെ കാണിക്കുന്നു. അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തു. ദൈവം അത് വാഗ്ദത്തം ചെയ്തു. ദൈവം തന്റെ വാഗ്ദത്തത്തെ പാലിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, നിന്റെ ശുശ്രൂഷയുടെ 3 അവസ്ഥകൾ ഉണ്ടായിരിക്കും. അവയിൽ ഒന്ന്, ജനങ്ങളുടെ കരങ്ങൾ നിന്റെ കയ്യിലെടുത്തിട്ട് അവരുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് അറിയുന്നതാണ്. എത്ര പേര് അത് ഓർക്കുന്നുണ്ട്? തീർച്ചയായും
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് അവരുടെ ഹൃദയരഹസ്യങ്ങളെ പോലും അറിയാൻ കഴിയും. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ? എത്ര പേര് അത് ഓർക്കുന്നുണ്ട്? അത് സംഭവിച്ചുവോ? അത് അതിന്റെ അടുത്ത ദിവസം തന്നെ സംഭവിച്ചില്ല, എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിക്കുകയുണ്ടായി. അവൻ നദിക്കരയിൽ വെച്ച് അരുളിയിട്ട് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിന്റെ വരവിനെ പ്രഖ്യാപിക്കുന്നതിനായി അയക്കപ്പെടുകയും അവന്റെ ശുശ്രൂഷയുടെ അവസാനം യേശു വരികയും ചെയ്തു. യോഹന്നാൻ അയക്കപ്പെട്ടതുപോലെ നിന്റെ ശുശ്രൂഷ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായിരിക്കും. അങ്ങനെ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ലോകമൊട്ടുക്ക് ദൈവജനങ്ങളുടെ ഇടയിൽ സാർവദേശികമായ ഒരു ഉണർവുണ്ടാകുകയും അത് ഏറ്റവും നീണ്ട ഉണർവാകുന്നു. യാതൊരു ഉണർവും 3 വർഷത്തിൽ കൂടുതൽ നിൽക്കുകയില്ലെന്ന് ഏതൊരു ചരിത്രകാരനും അറിയാം. ഇത് 15 വർഷങ്ങളായിരിക്കുന്നു. ഇന്ന് സഭയെ നോക്കുക, അത് തണുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നാം അവന്റെ വരവിനായി കാത്തിരിക്കുന്നു. അവൻ സ്വയം ന്യായീകരിച്ച് കാണിക്കുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ ഹൃദയരഹസ്യങ്ങളെ അറിയുമെന്ന് അവൻ അവിടെ വാഗ്ദത്തം ചെയ്തിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ശുശ്രൂഷയുടെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിനായി ഞാൻ സമയമെടുക്കുകയില്ല, കാരണം അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്നും മറ്റും ഇവിടെയുള്ള നമ്മൾ പലർക്കും അറിയാം. ഇവിടെയുള്ള അർക്കൻസാസിലെ കൻസാസ് നഗരത്തിൽ ആദ്യമായിട്ട് ഞാൻ എത്തിയപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയും അങ്ങനെ അത് ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്നു. അത് സംഭവിച്ചു എന്നുള്ളതിന് നാം ജീവിക്കുന്ന സാക്ഷികളാകുന്നു. അത് സംഭവിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. അത് അപ്പോൾ തന്നെ സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞില്ല, അത് സംഭവിക്കും എന്ന് പറയുകയുണ്ടായി. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് മർക്കോസ് 16 പറയുന്നു. ഞാനൊരു വിശ്വാസിയല്ലെങ്കിൽ പിന്നെ ഈ വചനം സത്യമായിട്ട് എന്തിന് തെളിയിക്കപ്പെടണം? നിങ്ങൾ വിശ്വാസികളല്ലെങ്കിൽ പിന്നെ ദൈവം പരിശുദ്ധാത്മാവിനെ എന്തിനു നിങ്ങൾക്ക് നൽകണം? നിങ്ങളുടെ പക്കൽ എല്ലാ വിധത്തിലുള്ള പ്രകടനങ്ങളും ഉണ്ടായിട്ട് നിങ്ങൾ ഓടിയെന്നിരിക്കാം, അന്യഭാഷ സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് പ്രാപിച്ച ജനങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തെന്നിരിക്കാം. അത് യഥാർത്ഥമായി എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിലായിട്ട് ഒരിക്കലും വചനത്തെ ജീവനിലേക്ക് കൊണ്ടുവരികയില്ല. എന്നാൽ അതൊരു യഥാർത്ഥമായ കാര്യമാണെങ്കിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ആ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അങ്ങനെ മറ്റുള്ളവർ സൗഖ്യം പ്രാപിക്കുന്നത് നിങ്ങൾ കാണുന്നു. അവർ അവിടെ വെച്ച് തന്നെ അപ്പോൾ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൻ പറഞ്ഞില്ല. അവനത് വിശ്വസിച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൻ പറഞ്ഞു. അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? അതിപ്പോഴും യഥാർത്ഥമായ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അത് ജനങ്ങൾക്ക് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലേ? അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുക മാത്രം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇത് ലൂഥറിന്റെ കാലത്തോ പൗലോസിന്റെ കാലത്തോ നോഹയുടെ കാലത്തോ അതുപോലെയുള്ള സാക്ഷികളുടെ സമയത്തോ ഈ സംഭവങ്ങൾ നടക്കുമെന്ന് ഞാൻ 15 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നപ്പോഴോ നടന്ന കാര്യമല്ല. എന്നാൽ ഇന്ന് കൻസസിലെ ടോപ്പക്കയിൽ ഈ ദിവസം, ഈ നാഴികയിൽ, ഈ നിമിഷം ദൈവത്തിന്റെ വചനത്തെ ഒരു പ്രകടനത്തിനായി നമുക്ക് വിളിക്കാം. ഈ അവസാന കാലത്ത് ഇത് സംഭവിക്കുമെന്നവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ തന്റെ വചനത്തെ പാലിക്കുന്നുവെന്ന് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ദൈവമായിരിക്കെ തന്റെ വചനത്തെ പാലിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനത് ചെയ്യേണ്ടതാകുന്നു. അവൻ തന്റെ വചനത്തെ പാലിച്ചിരിക്കണം. സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിൽ നടക്കുമെന്നും ഈ അവസാന കാലത്ത് അബ്രഹാമിന് അവൻ വെളിപ്പെട്ടിരുന്നത് പോലെ സോദോമിലുള്ള അവന്റെ വംശത്തിന് വെളിപ്പെടുമെന്ന് അവനിപ്പോൾ വാഗ്ദത്തം ചെയ്തിരുന്നില്ലേ? അവനത് വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? വിശുദ്ധ ലൂക്കോസ് 17:34 നിങ്ങൾ വായിക്കാൻ കഴിയും. ഇപ്പോൾ അവൻ ഇപ്രകാരം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകല തിരുവെഴുത്തുകളും നിവൃത്തിയാകുന്നതിന്റെ ആവശ്യമാകുന്നു എന്ന് യേശു പറഞ്ഞു. ഈ അവസാന കാലത്ത് അവൻ എന്ത് ചെയ്യുമെന്ന് മലാക്കിയുടെ 4 വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അഗ്നിയാൽ അവിശ്വാസികൾ കത്തിയെരിക്കപ്പെടുകയും ദുഷ്ടന്മാർ നീതിമാന്റെ കാലിൽ കീഴിൽ വെണ്ണീറായിട്ട് അവരെ ചവിട്ടിക്കളയും. അത് ശരിയാണ്. എങ്കിൽ നാം ഇതാ അതിന്റെ നേരെ വാതിൽക്കലെത്തിയിരിക്കുന്നു. ആ വലിയ ജലപ്രളയത്തിനു മുമ്പ് അവൻ എന്താണ് വാഗ്ദത്തം ചെയ്തിരുന്നത്? നോഹ കടന്നു വരുന്നതിനു മുമ്പ്, അല്ലെങ്കിൽ മോശ ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുന്നതിനായി വരുമ്പോൾ എന്ത് സംഭവിച്ചു? യേശുവിന്റെ വരവിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? യോഹന്നാനെ നാം ഒരു സാക്ഷിയായി കൊണ്ടുവന്നില്ല. അവൻ നമ്മുടെ പക്കൽ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സാക്ഷിയായിട്ടല്ല. എപ്രകാരം അവൻ അന്നാളിൽ ഉണ്ടായിരുന്ന സകല വേദശാസ്ത്രത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ട് മരുഭൂമിയിലേക്ക് പോകുകയുണ്ടായി. കാരണം അവന് മസിഹായെ തിരിച്ചറിയേണ്ടിയിരുന്നു. വൈദികശാലയിലെ അവന്റെ പിതാവിനോട് നാം ചെന്നിട്ട് പറയുകയാണ്, ഓ, ഞാൻ നിന്റെ പിതാവിന്റെ ഒരു വലിയ സ്നേഹിതനായിരുന്നു. അദ്ദേഹം ഒരു നല്ല വയോധ്യനായിരുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ജോൺസേ, ഇപ്പോൾ ഇത് മസിഹ അല്ലേ? ഇപ്പോൾ യോഹന്നാൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, അവൻ സ്വയം വേർതിരിച്ചു.
9-ാമത്തെ വയസ്സിൽ തന്നെ അവൻ മരുഭൂമിയിലേക്ക് പോയി. കാരണം അവനൊരു കാട്ടുപ്രേമിയായിരുന്നു. ഏലിയാവിന്റെ ആത്മാവ് അവന്റെ മേലായിരുന്നു. ഏലിയാവിന്റെ ആത്മാവ് ഏലിയാവായിരുന്നില്ല, അവനൊരു മനുഷ്യനായിരുന്നു. അത് ദൈവത്തിന്റെ ആത്മാവ് ആ കാലത്തേക്കുള്ള വചനവുമായിട്ടായിരുന്നു. അങ്ങനെ അവൻ മരുഭൂമിയിലേക്ക് പോയി. അതിനുശേഷം അവൻ തിരികെ വന്നപ്പോൾ അവന് ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടത് ആവശ്യമായിരുന്നു. അതൊരു നല്ല മനുഷ്യനെ അല്ലായിരുന്നു. എന്നാൽ ആത്മാവ് ആരുടെ മേൽ വരുന്നതെന്ന് നീ കാണുന്നുവോ അവനാകുന്നു. ഏറ്റവും നല്ലൊരു ഉപദേശകനോ ആ സമയത്ത് ആ ദേശത്തെ ഏറ്റവും വിലയേറിയ മനുഷ്യനെയോ അല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് സ്വയം വചനമാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തിയായിരുന്നു. വചനം വചനത്തെ സ്വയം തിരിച്ചറിയുകയാകുന്നു. ഇപ്പോൾ അവനത് അന്ത്യകാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയും യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് അത് ചെയ്യുകയും ചെയ്യും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. വിശ്വസിക്കുക, സംശയിക്കരുത്, വിശ്വസിക്കുക. നന്ദിയുണ്ട് കർത്താവേ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? അവൻ സ്വയമായി തെളിയിക്കപ്പെടുന്നതിന് വാഗ്ദത്തം ചെയ്തിരുന്നത് എന്താണ്? ഒരു മനുഷ്യനിൽ, ഒരു മനുഷ്യ ശരീരത്തിൽ അവൻ അബ്രഹാമിന്റെ അടുക്കൽ എത്തിയതുപോലെയാകുന്നു. അത് മനുഷ്യപുത്രൻ. ഇപ്പോൾ ഇത് മനുഷ്യപുത്രനായിരിക്കും, ദൈവപുത്രനായിരിക്കില്ല. ഇല്ല, ദൈവപുത്രൻ ഒരു മനുഷ്യപുത്രനിലായിരിക്കും. യെഹെസ്കേലിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹോവ യെഹെസ്കേലിനെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നത് കൃത്യമായും യേശു സ്വയം അവനെ തന്നെ വിളിച്ചിരിക്കുന്നതാകുന്നു. നിങ്ങൾ അത് ഈ ആഴ്ചയിൽ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ ശ്രദ്ധിക്കുക, മനുഷ്യപുത്രൻ എന്താകുന്നു? പ്രവാചകനാകുന്നു. മലാക്കിയുടെ 4 എന്തായിരുന്നു? ഒരു പ്രവാചകനാകേണ്ടിയിരിക്കുന്നു. അന്ത്യകാലത്ത് നടക്കേണ്ട ഈ കാര്യങ്ങൾ എന്താകുന്നു? അത് എപ്പോഴാണെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അത് സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞിരിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് അവൻ ഇപ്പോഴും ദൈവപുത്രനും മനുഷ്യപുത്രനുമായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഈ അന്ത്യകാലത്ത് ദാവീദ് പുത്രനായി വെളിപ്പെടാൻ തയ്യാറായിരിക്കുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക. അത് ശരിയാണെങ്കിൽ അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും ആ വചനത്തോട് അവൻ കടമപ്പെട്ടവനാകുന്നു. ആ വചനത്തോട് അവൻ കടമപ്പെട്ടവനാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊടുന്നു. ഞാൻ ഈ അവകാശങ്ങൾ നടത്തിയുമിരിക്കുന്നു. ഇത് ദൈവമാണെങ്കിൽ സംഭവിക്കും, ഇത് ദൈവമല്ലെങ്കിൽ സംഭവിക്കുകയില്ല. അത് മാത്രം സത്യമാകുന്നു. അത് ശരിയാണെങ്കിൽ നാം വിശ്വാസികളുടെ കൂടെയാണോ അല്ലയോ എന്നറിയാം. ഇപ്പോൾ ഞാനൊരു വിശ്വാസിയായിരിക്കുന്നത് പോലെ നിങ്ങൾക്കും ഒരു വിശ്വാസിയാകേണ്ടിയിരിക്കുന്നു. ഇത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് സംഭവിക്കും. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നാം ഒരു വശത്തു നിന്നും തുടങ്ങിയിട്ട് ഒരു വശത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കാം. ഇവിടെ ഭിത്തിയോട് അപ്പുറത്തുള്ള വശത്ത് എവിടെയായിട്ടെങ്കിലും എനിക്ക് ആവശ്യമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം, സംശയിക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ട് കർത്താവേ എന്ന് പറയുക. ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കരുത്. നിങ്ങൾക്ക് എന്നെ നോക്കാം, എന്നാൽ നിങ്ങളുടെ വിശ്വാസം അതിനും അപ്പുറത്തായിരിക്കട്ടെ. ശാരീരികമായ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്നെ നോക്കാം, എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കുക. അവൻ ആ വചനമാകുന്നു. അവൻ തന്റെ മുഖംമൂടി ഇപ്പോൾ മാറ്റിയിട്ട് കാണാൻ കഴിയാതിരുന്നതിൽ നിന്നും എന്താണോ പരിപൂർണമായി പ്രഖ്യാപിച്ചിരുന്നത് അതിലേക്ക് വചനം ജഡമായിരിക്കുന്നു. വിശ്വസിക്കുക മാത്രം. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ അനങ്ങുകയോ ചെയ്യരുത്. വാസ്തവമായും ശാന്തരായിട്ട് ആദരവോടുകൂടി ഇരിക്കുക. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും. എന്നാൽ ഇപ്പോൾ വാസ്തവമായും ശാന്തതയോടെ ആദരവോടുകൂടി ഇരിക്കുക. ഇപ്പോൾ ഇതെന്താകുന്നു? ഇതൊരു കൃപാവരമാകുന്നു. ഒരു കൃപാവരം എന്ന് പറയുന്നത് ഒരു വാളെടുത്ത് കൊണ്ടുപോയി കുത്തിക്കീറി വലിച്ചെടുത്ത് കൊണ്ടുവരുന്നത് പോലെയല്ല. ഇതാകുന്നില്ല. ഒരു കൃപാവരം എന്ന് പറയുന്നത് നിങ്ങളെ സ്വയം വഴിയിൽ നിന്ന് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിന് ഒരു മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുക എന്നതാണ്. ദൈവത്തിന് സ്തോത്രം, എനിക്കൊരു കൃപാവരം ലഭിച്ചിരിക്കുന്നു, എനിക്ക് കൃപാവരം ലഭിച്ചിരിക്കുന്നു, ഹാലലൂയ എന്ന് ഒരിക്കലും പറയാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കൊരിക്കലും അത് കിട്ടുകയില്ല. നിങ്ങളെ തന്നെ എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയാൻ കഴിഞ്ഞാൽ മാത്രം മതി. അതൊരു ഗിയർ ഇടുന്നത് പോലെയാണ്. അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് നിങ്ങളെ തന്നെ മാറ്റിയിടുക. ആ ഗിയർ സ്വല്പം പിന്നിലേക്ക് വലിച്ചിട്ടിട്ട് ഞാൻ എല്ലായ്പ്പോഴും ഒരു സംശയാലുവായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ വാസ്തവമായി വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് കാണുക. ഒരു വട്ടം അത് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കുക. പ്രാർത്ഥിക്കാം.
ഞാൻ സ്വയം തന്നെ ഒരു സന്ദേശത്തിൽ നിന്നും ഒരു കൃപാവരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കൃപാവരമായിട്ട് വചനം സ്വയം എബ്രായരുടെ 4:12 പ്രകാരം ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തിരിച്ചറിയുന്നതിനിടയാകട്ടെ. നിങ്ങളുടെ തെറ്റെന്തായാലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക, ദൈവമേ, ഞാൻ ആവശ്യക്കാരനാകുന്നു. ആ മനുഷ്യന് എന്നെ അറിയില്ല, എന്നാൽ ഞാൻ ആവശ്യക്കാരനാകുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമഹത്വത്തിനായി ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കെ ഇവിടെയുള്ള സകല ആത്മാക്കളെയും ഞാൻ എന്റെ നിയന്ത്രണത്തിലെടുക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചാലും കാര്യമില്ല. ഒരു നിമിഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കേണ്ടതിടയുണ്ട്. ഒരു വിമർശകൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്തോ സംഭവിക്കാൻ പോകുകയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ ബഹുമാന്യതയോടുകൂടെ ഇരിക്കുക. എന്തെങ്കിലും ശല്യമുണ്ടായാൽ തന്നെയും നിങ്ങൾ ശാന്തരായി തന്നെ ഇരുന്നു കൊള്ളുക. നിങ്ങൾ വാസ്തവമായും ശാന്തരായിരുന്നു കൊള്ളുക. ആ വ്യക്തി എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്തുകൊള്ളട്ടെ. എന്ത് സംഭവിക്കുമെന്ന് ശ്രദ്ധിക്കുക. അവർ അവരുടെ നീക്കങ്ങൾ നടത്തട്ടെ. എന്ത് സംഭവിക്കുമെന്ന് കാണാം. അവൻ ദൈവമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അവനെ പോരാട്ടത്തിൽ കണ്ടിരിക്കണം. നിങ്ങൾക്ക് അവനെ രോഗശാന്തിയിൽ കണ്ടിരിക്കുന്നു. അവനെ പോരാട്ടത്തിൽ കാണണം. സാത്താൻ അതിനുവേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ ഒരിക്കൽ അതൊന്ന് ചെയ്യാനിടയാകട്ടെ. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇവിടെയായിരിക്കുന്ന വേറൊരു വ്യക്തി കഷ്ടപ്പാടിലാകുന്നു. അതൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് അവിടെ ഇരിക്കുന്നത്. അവൾ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതൊരു മാനസികാവസ്ഥയാണ്. മുഖത്തത് കാണാൻ കഴിയും. അവൾ നല്ല ഭാരമുള്ള സ്ത്രീയാണ്. അവളുടെ ഭർത്താവ് ഒരു വെളുത്ത ഉടുപ്പിട്ടിരിക്കുന്നു. അദ്ദേഹം തന്റെ കരങ്ങൾ അവളുടെ മേൽ വെച്ചിരിക്കുന്നു. അത് സത്യമാണ്. നിങ്ങൾ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. വിഷമിക്കേണ്ട, അത് നിന്നുപോകും. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇതൊരു വാഗ്ദത്തമാണ്. നിങ്ങൾ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ടിരിക്കുന്നു. ഇവിടെ പിൻഭാഗത്ത് ഈ വശത്തായിട്ടിരിക്കുന്ന ഒരു മഹിള സ്ത്രീ രോഗത്താൽ കഷ്ടപ്പെടുന്നു. അവൾ, ഓ ദൈവമേ, ശ്രീമതി റീഡാകുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന് നിങ്ങൾക്കറിയാം, എന്നാൽ അത് സത്യമാകുന്നു. ശരിയല്ലേ? കർത്താവേ, എന്നോട് ദയ തോന്നണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അവനത് ചെയ്തിരിക്കുന്നു. അത് നിങ്ങളെ ഇപ്പോൾ വിട്ടുപോകുകയാണ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇവിടെ വേറൊരു മഹിള ഒരു കറുത്ത തൊപ്പിയോടുകൂടി അവസാനത്തായിട്ടിരിക്കുന്നു. അവൾ പ്രാർത്ഥിക്കുന്നത് അതൊരു കുഴപ്പമാകുന്നു. അവൾക്ക് കുഴപ്പങ്ങളുണ്ട്. ആ പ്രകാശം അവളുടെ മേലായിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നോക്കൂ, അവൾ തലകുനിച്ചിരിക്കുന്നു. അവൾക്ക് കാലിന്റെ മുട്ടിൽ കുഴപ്പമുണ്ട്. അവളുടെ മുട്ടിൽ പരിക്കേറ്റിയിരിക്കുന്നു. അവൾ വീണിട്ട് മുട്ടിന് പരിക്കേറ്റതാണ്. നോക്കൂ, എനിക്കവളെ അറിയില്ല. ദൈവം അതറിയുന്നു. എന്നാൽ അത് സത്യമാണ്. മഹിളെ, അത് ശരിയല്ലേ? ഇവിടെ നിങ്ങളുടെ കരങ്ങൾ അടുത്തായിരിക്കുന്ന സ്ത്രീയുടെ മേൽ വെക്കുക. അത് നേരെ അവളുടെ അടുക്കലെത്തിയിരിക്കുന്നു. അവൾ ഒരു മാനസികാവസ്ഥയിൽ പ്രയാസപ്പെടുന്നു. ആ മാനസികാവസ്ഥയിൽ അവൾക്ക് കണ്ണുകളിൽ കുഴപ്പമുണ്ട്. അവളുടെ കണ്ണുകളിൽ ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയും അത് അതിന് കാരണമാക്കിയിരിക്കുന്നു. അത് ശരിയാണ്. അത് ശരിയല്ലേ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക. അവരുടെ ഒരു വശത്തായിരിക്കുന്ന ഈ മഹിള കൈ ഉയർത്തിയിരിക്കുന്നത് അവളെ ആശ്ചര്യപ്പെടുത്തിയതായി കാണപ്പെടുന്നു. നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ കൈമുട്ടിലാകുന്നു. അത് ശരിയാണെങ്കിൽ കൈ ഇപ്രകാരം വീശി കാണിക്കുക. ശരി. അവൻ എന്ത് ചെയ്യുമെന്നാണ് വാഗ്ദത്തം ചെയ്തിരുന്നത്? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ എന്റെ മുമ്പിലായ ഒരു വ്യക്തി ഇരിക്കുന്നു. അവൻ വാതരോഗത്താൽ കഷ്ടപ്പെടുന്നു. അദ്ദേഹം വാസ്തവമായും അദ്ദേഹത്തിന് അത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്റെ പ്രായമുള്ള മനുഷ്യനാകുന്നു. അദ്ദേഹം വാതരോഗത്താൽ കഷ്ടപ്പെടുന്നു. അദ്ദേഹം ഇവിടെ നിന്നുമല്ല, എന്നാൽ അദ്ദേഹം കൻസാസ് നഗരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേരെന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീമാൻ ഫ്രാൻസിസ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. ശ്രീമാൻ, അവൻ നിങ്ങളിൽ നിന്നും അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ വേറൊരു മനുഷ്യനാണ് അർത്ഥമാക്കിയിരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുകയായിരുന്നു. എന്നാൽ അത് നിങ്ങൾ തന്നെയായിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ഒരു വിചിത്രമായ അനുഭവം നിങ്ങളുടെ മേൽ വരികയും അത് യഥാർത്ഥമായും മാധുര്യവും ചൂടേറിയതുമായിരുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങൾ കൈകൾ ഇപ്രകാരം വീശി കാണിക്കുക. കൂടാതെ നിങ്ങളുടെ ഭാര്യയായ ശ്രീമതി ഫ്രാൻസിസും അവിടെ ഇരിക്കുന്നു. അവർക്കും വാതരോഗത്താലുള്ള കഷ്ടപ്പാടാകുന്നു. അവർക്ക് കണ്ണുകളിലും കുഴപ്പമുണ്ട്. കൂടാതെ അവരുടെ ചെവിയിലും കുഴപ്പമുണ്ട്. അത് ശരിയല്ലേ? അത് ശരിയാണ്. അവരുടെ അടുത്തായിരിക്കുന്ന മഹിള അവരുടെ തൊട്ടടുത്തായിരിക്കുന്നു. അവൾ വാരിക്കോസ് വെയിൻസ് രോഗത്താൽ കഷ്ടപ്പെടുന്നു. ശരിയാണ്. അവൾക്ക് അകമേ എന്തോ കുഴപ്പമുണ്ട്. അതേതോ തരത്തിൽപ്പെട്ട ആമാശയത്തിന്റെ കുഴപ്പമാണ്. അവൾക്ക് ആമാശയ കുഴപ്പമുണ്ട്.
അവരും കൻസാസ് നഗരത്തിൽ നിന്നാകുന്നു. ശ്രീമതി ഗ്രെഗ്, അത് ശരിയാണ്. ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും അപരിചിതനായ മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ കൈകൾ ഇപ്രകാരം ഉയർത്തി കാണിക്കുക. അതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത്, ഇവിടേക്ക് വിളിച്ചിരിക്കുന്ന ഈ ജനങ്ങൾ, നിങ്ങൾ കൈകൾ ഉയർത്തുക. ഞാൻ ഒരു അപരിചിതനാണെങ്കിൽ ഇപ്പോൾ വിളിച്ചിരുന്നതായ ഈ ജനങ്ങൾ കൈകൾ ഉയർത്തുക. എന്താകുന്നു ഇത്? ഇത് മനുഷ്യ ശരീരത്തിൽ വന്ന് ഇറച്ചി തിന്നുകയും പാല് കുടിക്കുകയും ചെയ്ത അതേ ദൈവം തന്നെയാകുന്നു. യേശു പറഞ്ഞു, അല്ല, അബ്രഹാം പറഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. അത് ഏലോഹിമായിരുന്നു. ദൈവം ജഡമായി വെളിപ്പെട്ടു. മനുഷ്യപുത്രൻ വീണ്ടും അന്ന് യഹോവ വെളിപ്പെട്ട കാലത്തെ പോലെ തന്നെ ഒരു പ്രവാചകന്റെ രൂപത്തിൽ ഈ അന്ത്യനാളുകളിൽ വീണ്ടും തിരികെ എത്തും. അത് നിങ്ങളുടെ ശരീരം മാറ്റപ്പെടാൻ പോകുന്നതിന് തൊട്ടു മുമ്പായിരിക്കും. നമുക്കതിന് കഴിയില്ല. നോക്കൂ, സാറായിക്ക് ആ ശരീരത്തിൽ ആ മകനെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നോ? അബ്രഹാമിന് തന്റെ ശരീരത്തിൽ കഴിഞ്ഞില്ല. അവന്റെ ശരീരം മാറ്റപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ പുത്രനെ സ്വീകരിക്കുന്നതിന് നമ്മുടെ ഇതിനും ആവശ്യമാകുന്നു. വചനത്തെ എടുക്കുക, അവൻ പുത്രനാകുന്നു, അത് വചനമാകുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മളുടെ തലകളെ ഒരു നിമിഷത്തേക്ക് വണങ്ങാം. പരിപൂർണമായും പൂർണ്ണ മനസ്സോടെ ഈ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നതിൽ കൂടെ ദൈവം ന്യായീകരിക്കപ്പെടുന്നുണ്ടോ? അവന്റെ വചനം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ സാക്ഷികളെല്ലാം കള്ളസാക്ഷികളായിട്ട് അവർക്ക് ആദിയിൽ തന്നെ വിശ്വസിക്കുന്നതിനുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ മധ്യസ്ഥരും ന്യായാധിപതിയുമാകുന്നു. എല്ലാ വിചാരക സമിതിക്കും തീരുമാനമെടുത്തിട്ട് ന്യായാധിപതിക്ക് വിധി നൽകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനമായ മാർക്കോസ് 16 സത്യമാണെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നുവോ? എങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തുക. ഈ അന്ത്യകാലത്ത് വരുന്നത് പോലെ തന്നെയുള്ള സാക്ഷികളെ ഈ ദൃശ്യത്തിൽ കൊണ്ടുവരികയും ദൈവത്തിന്റെ വചനം ശരിയാകുന്നുവെന്ന് ഞാൻ തെളിയിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വചനം അത് അന്ത്യകാലത്ത് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഞാൻ ഇവിടെയായിരുന്നിട്ട്, നിങ്ങളും ഇവിടെയായിരുന്നിട്ട്, ബാക്കിയുള്ളവർക്കും നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും ഓരോന്നായി ഇപ്രകാരം വിളിക്കാൻ കഴിയും. ഈ ജനങ്ങളോട് ചോദിക്കുക, അവരോട് സംസാരിക്കുക. അവരെ പരിശുദ്ധാത്മാവാണ് വിളിച്ചിരിക്കുന്നത്. സഹോദരൻ ബ്രനഹാം, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണോ? ഇത് ഈ കെട്ടിടത്തിൽ എല്ലായിടത്തുമായി സംഭവിക്കുന്നു. അത് മിന്നുന്നത് മാത്രം നിങ്ങൾ കാണുന്നു. നോക്കൂ, ഇതിനാൽ ഞാൻ നിങ്ങളെ ഇത് വിശ്വസിക്കുന്നതിനായി ശ്രമിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, ഇത് വിശ്വസിക്കുക. ഇത് എഴുതുന്നതിൽ അവൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അത് ഉറപ്പിച്ചിരിക്കുകയും സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ 30 വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രവചിച്ചിരിക്കുകയും ഇന്നത് തെളിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് പറയുകയും ഇന്ന് തെളിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ വചനം സത്യമാകുന്നു. ദൈവത്തിന്റെ സകല വചനവും പ്രേരണയേറിയതും അത് മുഴുവനായും സത്യവുമാകുന്നു. മർക്കസ് 16 പറയുന്നു, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യമാകും. വിചാരണ സമിതി, ഇന്ന് ഉച്ചനേരം നിങ്ങളുടെ വിധി എന്താകുന്നു? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണോ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. മർക്കോസിന്റെ 16 സത്യമാണെന്നും അത് യേശുക്രിസ്തുവിന്റെ വചനമായിട്ട് അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. എങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുക. എങ്കിൽ സാത്താനെ, നിനക്ക് പോകേണ്ടത് ആവശ്യമാകുന്നു. ശ്രീമാൻ അവിശ്വാസി, നിനക്ക് ഇനിയും തൊട്ട് ഞങ്ങളുടെ മേടയിൽ യാതൊരു തൊഴിലുമില്ല. ശ്രീമാൻ സംശയാലു അല്ലെങ്കിൽ ശ്രീമാൻ അക്ഷമൻ, അതെത്ര സമയമെടുക്കുന്നു എന്നുള്ളതിനെ ഞാൻ കാര്യമാക്കുന്നില്ല. അതെങ്ങനെയായാലും സംഭവിക്കും. നിങ്ങൾ എന്നെ ഒരു വിശ്വാസിയായി വിളിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ഞാനൊരു വിശ്വാസിയാകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈവയ്ക്കുകയും ചെയ്യാൻ പോകുകയാണ്. ഇവിടെയുള്ള നിങ്ങളുടെ പാസ്റ്റർമാർ വിശ്വാസികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. വിശ്വസിക്കുന്നവരായ എത്ര ശുശ്രൂഷകർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. വിശ്വസിക്കുന്നവരായ ശുശ്രൂഷകർ ഒരു നിമിഷത്തേക്ക് ഇവിടെ കടന്നു വരാൻ ഞാൻ ചോദിക്കാൻ പോകുകയാണ്. പാസ്റ്ററെ, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നവരായ ഈ കെട്ടിടത്തിലുള്ള സകല ശുശ്രൂഷകരും ഒരു നിമിഷം ഇവിടേക്ക് വന്ന് എന്നോടൊപ്പം നിൽക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നവരെ ഞാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, നമുക്ക് കപട വിശ്വാസികളെ ഇവിടെ ആവശ്യമില്ല. നാം യഥാർത്ഥ വിശ്വാസികളെ ആഗ്രഹിക്കുന്നു. ഇവിടേക്ക് കടന്നുവന്ന് പ്രസംഗപീഠത്തിൽ നിൽക്കുക. എന്തെങ്കിലും ഇപ്പോൾ സംഭവിക്കുന്നത് കാണാൻ പോവുകയാണ്. നിങ്ങൾ എന്നോട് സത്യമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, ഈ ശുശ്രൂഷകർ കടന്നു വരുമ്പോൾ ഒരു നിമിഷത്തേക്ക് വാസ്തവമായും ശാന്തരായിരിക്കുക. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് ആരോ കാല് തെറ്റിയിരിക്കുന്നു. ഇത് കുഴപ്പമില്ല. നിങ്ങളുടെ പ്രവൃത്തി ഇപ്പോൾ മുതൽ നിങ്ങളുടെ വിധിയായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? കൈകൾ ഉയർത്തുക. ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡുകൾ ഉള്ളവരെല്ലാം ഇവിടെ വലതുവശത്തായി വന്ന് നിൽക്കുക. ഇപ്പോൾ ഇടനാഴിയിൽ നിൽക്കുന്നവരെല്ലാം അവരുടെ വലതുഭാഗത്തായി തന്നെ നിങ്ങളുടെ ഇടനാഴിയിൽ നിൽക്കുക. ഇപ്പോൾ മറ്റേ ഭാഗത്ത് നിൽക്കുന്നവർക്ക് ഈ വഴിയിൽ കൂടി കടന്നു വരേണ്ടതായിട്ടുണ്ട്. ശരി,
ഈ വശത്തുള്ളവർ പ്രാർത്ഥനയുടെ കാർഡുമായി ഈ ഇടനാഴിയിലെ പ്രകാരം അവരുടെ വലതുവശത്തായി നിൽക്കുക. അത് ഇടതുവശമായിരിക്കും. എന്നോട് ക്ഷമിക്കണം. ഇവിടെ ഈ വശത്തുള്ളവർ വലതുഭാഗത്തായിരിക്കും. അത് നിങ്ങളുടെ ഇടതുവശത്ത് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ നിരയിൽ നിന്ന് ഇപ്രകാരം കടന്നു വരിക. ഇപ്പോൾ ശുശ്രൂഷകരെല്ലാം ഇവിടേക്ക് കടന്നു വന്നിട്ട് രണ്ട് വരിയായി ഇപ്രകാരം ഒരാൾക്കെതിരെയായി ഒരാൾ നിരയിൽ നിൽക്കാൻ ഇവിടെ ചുറ്റുമായി നിങ്ങൾ ഓരോരുത്തരും നിൽക്കുക. ഇപ്പോൾ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുക, ഇപ്പോൾ ഞാൻ വീണ്ടും ദൈവത്തോട് മാർക്കോസ് 16 പൂർണ്ണമായും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാനതിപ്പോൾ സ്വീകരിക്കുന്നു എന്ന് പറയുക. പ്രാർത്ഥനയുടെ നിരവിലില്ലാത്തവരായി നിങ്ങൾ എത്ര പേർ പ്രാർത്ഥനയുടെ നിരയിൽ നിൽക്കുന്ന ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നാം മൊത്തമായി അവർക്ക് വേണ്ടി വിശ്വാസികളായി നിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നവരായി എത്ര പേരുണ്ട്? കൈകൾ ഉയർത്തുക. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ യേശുവേ, നീ അവിടുന്ന് ദൈവമാകുന്നു. അവിടുന്ന് മഹാനായ ഞാനാകുന്നു. ഞാനായിരുന്നുവെന്നോ ആയിരിക്കുമോ എന്നല്ല, നീ ഞാനാകുന്നു എന്ന് വർത്തമാനകാലത്തിലാകുന്നു. നിന്റെ വഴിയിൽ നിൽക്കാൻ കഴിയുന്ന യാതൊരു ശക്തിയുമില്ല. നീ ദൈവവും നിന്നെ പോലെ മറ്റാരുമില്ലതാനും. നീ നിന്റെ വചനത്തെ ഉറപ്പിച്ചു തരുന്നു. ഇന്നുച്ച സമയത്തെ ഈ വിചാരണയിൽ ഈ വിചാരണ സമിതിക്കും ഈ കോടതിക്കും ന്യായം വിധിക്കുന്നവർക്കും നിന്റെ സാക്ഷികളിൽ കൂടെ നീ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ ശരിയായ വിചാരണ നിനക്ക് നൽകിയിരിക്കുന്നു. ശത്രു പറഞ്ഞത് ഞങ്ങൾ എടുത്തിരുന്നു. വാദി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിരുന്നു. അവന്റെ സാക്ഷികൾ പറഞ്ഞത് ഞങ്ങൾ എടുത്തിരുന്നു. നാം അതിനെ പ്രതിയുടെ സാക്ഷികളാൽ തിരികെ സാക്ഷിയായി കൊണ്ടുവരികയും ഈ പ്രസ്താവനകളെ നടത്തുന്നതിൽ ദൈവം ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ തെളിയിക്കുകയും ചെയ്തു. കാരണം അവനത് അവിശ്വാസികൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സാക്ഷികളെക്കാളും വളരെയധികം കൂടുതൽ സാക്ഷികളാൽ വിശ്വാസിക്ക് നിവൃത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അത് സത്യമാണെന്ന് നാം അറിയുന്നു. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് ജനങ്ങൾ അതിനെ ശരിയായ രീതിയിൽ ന്യായം വിധിക്കുന്നതിന് മാത്രം ആശ്രയിച്ചു കിടക്കുന്നു. കർത്താവേ, ഈ നിരയിൽ കൂടി കടന്നുപോകുന്ന ഓരോരുത്തരെയും പിതാവേ, മനുഷ്യരിവിടെ നിൽക്കുന്നു. ഞാൻ പോയി കഴിയുമ്പോൾ ആരെങ്കിലും പറയും, സഹോദരൻ ബ്രൺഹാം അവരുടെ മേൽ കൈവച്ചിരുന്നു. എന്നാൽ ഈ പാസ്റ്റർമാർക്കും മറ്റേതൊരു വ്യക്തിയും രോഗിയുടെ മേൽ കൈവയ്ക്കുന്നതിനുള്ള അത്രയും അധികാരം തന്നെ അവർക്കുമുണ്ടെന്ന് ഈ ജനങ്ങൾ അറിയുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു വിശേഷ സമയത്ത് ഒരു സുവിശേഷകൻ കടന്നു വരുന്നതുവരെ അവർക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവരുടെ സ്വന്തം പാസ്റ്റർമാർക്ക് അവരുടെ മേൽ കൈവയ്ക്കുന്നതിനുള്ള അധികാരമുണ്ട്. ദൈവമേ, ഈ കൈകളുടെ നിരയിൽ കൂടി കടന്നുപോകുന്ന ഓരോ വ്യക്തിക്കും നീ അത് അനുവദിച്ചു കൊടുക്കണമേ. അത് രോഗികളുടെ മേൽ കൈവയ്ക്കുന്നതിനായി ദൈവത്താൽ വിളിച്ച് നിയോഗിച്ച ജനങ്ങളാകുന്നു. നമ്മുടെ കരങ്ങൾ വിശുദ്ധമല്ലെന്ന് നാം അറിയുന്നു. എന്നാൽ നാം നമ്മെ തന്നെ നോക്കുന്നില്ല. എന്നാൽ നാം നമ്മുടെ ബലിയായ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശുക്രിസ്തുവിനെ നോക്കിയും അവൻ ദൈവസിംഹാസനത്തിന് മുമ്പാകെ നമ്മുടെ പാപങ്ങളെ കഴുകുന്നതിനായി തന്റെ കൽപ്പനകളെ നിവൃത്തിയാക്കുന്നതിനായി രക്തം ചിന്തുന്നു. കർത്താവെ, ഓരോ മനുഷ്യനും സ്ത്രീയും ആൺകുട്ടിയും അല്ലെങ്കിൽ പെൺകുട്ടിയും ഇതുവഴി കടന്നു പോകുമ്പോൾ, ഈ പ്രസംഗപീഠം വിട്ടു പോകുമ്പോൾ ആനന്ദിച്ചുകൊണ്ട് അവർ സാധാരണ നിലയിൽ തന്നെ സൗഖ്യപ്പെട്ടു പോകുവാൻ നീ ഇടയാക്കണമേ. ഈ വിചാരണ സമിതിയുടെ വിധി അവർ അവകാശപ്പെടുന്നത് അവനെ ന്യായീകരിക്കും. ഇപ്പോൾ അവർ പാസാക്കുന്ന ന്യായവിധി ഇതിനുശേഷം മുതൽ അവരുടെ പ്രവൃത്തിയാകുന്നതിനും ഇടയാക്കണമേ. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരൻ റോയ് ബോർഡേഴ്സ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പാട്ടുനായകൻ ഒരു നിമിഷത്തേക്ക് കടന്നു വന്ന് പാട്ട് നയിക്കുക. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിയിരിക്കാം. നിങ്ങളുടെ നിരയിലെത്തുമ്പോൾ കടന്ന് നിരയിൽ നിൽക്കുക മാത്രം ചെയ്യുക. ഇവിടേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരായ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം അവരെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരായി നിങ്ങൾ ഈ വശത്തുള്ളവർ കടന്നു വരുമ്പോൾ അവരോടൊപ്പം നിരയിലായി കടന്നു വരിക. ശരി, അവർ കടന്നു പോകുന്നതുവരെ നിങ്ങൾ കാത്തു നിൽക്കുക. അങ്ങനെ ഈ നിരയിലുള്ളവർ കടന്നു വരുന്നതുവരെ നിങ്ങൾ കാത്തു നിൽക്കുമ്പോൾ പിന്നെ മഹിളെ, ഇവിടെ നിൽക്കുന്ന ഈ സഹോദരി അവിടെ തന്നെ നിന്നുകൊള്ളുക. ദ്വാരപാലകരായ നിങ്ങളിൽ ചിലർ അവരെ സഹായിക്കുക. നിങ്ങൾക്ക് ഈ നിര ഇപ്രകാരം കടത്തിക്കൊണ്ടുവന്ന് വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ വശത്തുള്ള നിര അവരുടെ പിന്നാലെയായി കടന്നു വരിക. ഇപ്പോൾ നിങ്ങൾ ഊഹിച്ചുകൊണ്ടോ സങ്കല്പിച്ചുകൊണ്ടോ കടന്നു വരികയാണെങ്കിൽ നിരയിൽ നിന്ന് മാറിക്കൊള്ളുക. കാരണം അത് നിങ്ങളെ കൂടുതൽ മോശമാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കടന്നു വരികയാണെങ്കിൽ യാതൊന്നും നിങ്ങളിൽ നിന്ന് അതെടുത്തു കളയുകയില്ല. ഇതാണ് ഉറപ്പിക്കലിന്റെ സമയമെന്ന് എത്ര പേർക്കറിയാം? നിരയിൽ നിൽക്കുന്ന നിങ്ങൾ പറയുക, ഇതാകുന്നു അത്. ഞാനിത് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് യാതൊരു കുറ്റവും പറയാനില്ല. ഇത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിരയിൽ കടന്നു വരരുത്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് കടന്നു വരിക. ദൈവം സ്വയം തന്റെ വചനത്താൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സാക്ഷിയാലും വിചാരണയാലും ന്യായീകരിച്ചിരിക്കുന്നു. ഇനിയും രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കുമെന്ന ഒരു കാര്യമല്ലാതെ യാതൊന്നും അവശേഷിക്കുന്നില്ല. നിങ്ങളുടെ പാസ്റ്റർമാർ ഇവിടെ നിൽക്കുന്നു. അവർ വിശ്വാസികളാണെന്ന് നിങ്ങൾ അറിയുന്നു. അവർ നിങ്ങളുടെ ഇടയന്മാരാകുന്നു. ഞാനോ ഓറൽ റോബർട്ടോ മറ്റാരെങ്കിലും മാത്രമാണ് ഇത് ചെയ്യുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ഒരു മതിപ്പ് നിങ്ങളിൽ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ശുശ്രൂഷകനും ഇത് ചെയ്യുന്നതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വിശ്വാസിയും ഒരു ശുശ്രൂഷകനായാലും അല്ലെങ്കിലും ഇത് ചെയ്യുന്നതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രോഗികളുടെ മേൽ കൈവയ്ക്കാനുള്ള അധികാരമുണ്ട്. അവർ സൗഖ്യം പ്രാപിക്കും.
നിങ്ങളുടെ പാസ്റ്ററോ മറ്റാരെങ്കിലും വിവേചനത്തിന്റെ കൃപാവരത്തെ എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ വിളിയല്ല. അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു കാലത്തേക്ക് ഒന്ന് മാത്രമാകേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളൊരു വിശ്വാസിയായി വിളിക്കപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു. ഈ അടയാളങ്ങൾ അവരെ പിന്തുടരും. അതേതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നില്ല. വിശ്വസിക്കുന്ന ഒരാൾ നടക്കുമെന്നാകുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഇപ്പോൾ ഇത് വിശ്വസിക്കുക. സഹോദരൻ റോയ്, വിശ്വസിക്കുക മാത്രം എന്ന പാട്ട് നയിക്കുക. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക. ശുശ്രൂഷകർ ഈ ജനങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ മേൽ കൈവയ്ക്കുക. സഭാജനങ്ങളും സ്നേഹിതരുമായ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ സംശയം പോലും ഉണ്ടായിരിക്കരുത്. ഇത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. ഈ കേസിലെ വിചാരണ സമിതി നിങ്ങളായിരുന്നുവെന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിധി കിട്ടുന്നതിനായി നിങ്ങൾ കൈകൾ ഉയർത്തിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നവരെല്ലാം ആമേൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിധി കിട്ടിയിരിക്കുന്നു. ഇതിനുശേഷം നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ സത്യമാണോ അല്ലയോ പറഞ്ഞതെന്നുള്ളതിന് തെളിയിക്കും. ഇതിനുശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ന്യായവിധിയെ കൽപ്പിക്കും. അപ്രകാരമായിരിക്കും. ന്യായം വിധിക്കുന്നവരും വിചാരണക്കാരും നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ സത്യമായി വിശ്വസിച്ചാൽ അത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കപട വിശ്വാസിയാണെങ്കിൽ അത് സംഭവിക്കുകയില്ല. കാരണം അത് വചനത്താലും ദൈവസന്നിധിയാലും അവിടെയുള്ള സകല കാര്യങ്ങളാലും തെളിയിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഇനിയും ചെയ്യുന്നതിനായി ശേഷിച്ചിട്ടുണ്ടോ? ഇന്നുച്ചനേരം അവൻ നേരെ ഇവിടേക്ക് കടന്നു വന്നാൽ നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. അവനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും യാതൊരു കാര്യം ചെയ്യുന്നതിനായി ശേഷിച്ചിട്ടില്ല. തന്റെ വചനത്താൽ അവൻ ന്യായീകരിച്ച് എല്ലാ കാര്യങ്ങളെയും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഏക കാര്യമെന്നത് നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു കഴിയുകയും നിങ്ങൾ വിചാരണ കേട്ട് കഴിയുകയും നിങ്ങളുടെ വിധി കൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കെ ഇപ്പോൾ കടന്നു വന്ന് നിങ്ങളുടെ ന്യായവിധിയെ കാണിക്കുക. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി സഹോദരന്മാരെ, ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുക. ദ്വാരപാലകർ ഓരോരുത്തരെയായി ഇപ്പോൾ കടത്തിവിടുക. ഇപ്പോൾ എഴുന്നേറ്റ് അടുത്തടുത്തായി നിൽക്കുക. എല്ലാവരും ആ കുട്ടിയുടെ മേൽ കൈവയ്ക്കുക. എല്ലാവരുടെ മേൽ കൈവയ്ക്കുക. ഇപ്പോൾ വിശ്വാസത്താൽ എല്ലാവരുടെ മേൽ കൈവയ്ക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. വിശ്വസിക്ക മാത്രം, വിശ്വസിക്ക മാത്രം, എല്ലാം സംഭവമാണ്. വിശ്വസിക്ക മാത്രം, വിശ്വസിക്ക മാത്രം, എല്ലാം സംഭവമാണ്. ഇപ്പോൾ അത് ഈ രീതിയിൽ പാടാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനിത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയർത്തി ഞാൻ വാസ്തവമായും ഇത് വിശ്വസിക്കുന്നു എന്ന് പറയുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. Now I believe. Oh, now I believe. Now I believe. All things are. എല്ലാം സംഭവമാണ്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം സംഭവമാണ്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഓ, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു കറുത്ത മാംസസന്താനികതയുടെ രോഗത്താൽ മരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഒരു രാത്രിയിൽ ആശുപത്രിയിൽ വിളിക്കപ്പെട്ടിരുന്നതിനെ ഞാൻ ഓർക്കുന്നു. ആ കുട്ടിയുടെ ഹൃദയം തീരെ മോശമായി കഴിഞ്ഞിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി അവന്റെ പിതാവ് തുടർച്ചയായി എന്റെ യോഗത്തിൽ കടന്നു വന്നിരുന്നു. ആ കുട്ടിക്ക് 15 or 16 വയസ്സായിരുന്നു. ഞാൻ അത്രമാത്രം തിരക്കിലായിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവസാനം നിങ്ങൾ ഒരാളുടെ അടുക്കൽ പോകുകയാണെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ പിതാവ് ആ സമയം എത്തുന്നത് വരെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു രാത്രിയിലെ യോഗത്തിന് ശേഷം ഞാൻ ആശുപത്രിയിലേക്ക് പോയി. എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയുകയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം ഈ കുട്ടിക്ക് ഡിഫ്തീരിയ എന്ന ഒരു തരം തൊണ്ടയിലുണ്ടാകുന്ന രോഗത്താൽ നിങ്ങളൊരു വിവാഹിതനായ മനുഷ്യനായിരിക്കെ നിങ്ങൾക്ക് അകത്ത് കടന്ന് ആ അണുവിനെ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദയവായി എന്നെ അകത്തേക്ക് കടത്തിവിടുക. ആ മനുഷ്യൻ ഒരു കത്തോലിക്കനായിരുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ കത്തോലിക്കനാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരു പുരോഹിതൻ ഈ കുട്ടിക്ക് അവസാനത്തെ ആരാധനാ ചടങ്ങ് സഭയുടെ പ്രകാരം നിർവഹിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ അത് അനുവദിക്കില്ലേ? അത് വ്യത്യസ്തമാണ്. അതൊരു പുരോഹിതനാകുന്നു. എന്നാൽ നിങ്ങളൊരു വിവാഹിതനായ മനുഷ്യനാണ് എന്ന് അയാൾ പറഞ്ഞു. സകല ഉത്തരവാദിത്വവും എടുത്തുകൊണ്ട് ഞാൻ ഒരു കടലാസിൽ ഒപ്പിട്ട് തന്നാലോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കത് ചെയ്യാൻ കഴിയില്ല ശ്രീമാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദയവായി ഒരു പുരോഹിതൻ നിങ്ങൾക്കായിരിക്കുന്നത് പോലെ അത്രയും ഞാൻ ഈ ജനങ്ങൾക്കാകുന്നു.
അവസാനം അദ്ദേഹം എന്നെ ഒരു കൂക്ലക്സ് ക്ലാൻ പോലെ മൊത്തം വെള്ളവസ്ത്രം ധരിച്ച് അകത്തേക്ക് കടത്തുകയും ഞാൻ ആ കുട്ടിയുടെ അടുക്കലെത്തുകയും ചെയ്തു. 2 ദിവസമോ 3 ദിവസമായിട്ട് അവൻ അബോധാവസ്ഥയിലായിരുന്നു. അവന്റെ ഹൃദയം കഷ്ടിച്ച് മിടിച്ചിരുന്നുള്ളൂ. ശ്വസനം എന്തായിരുന്നുവെന്ന് ഞാൻ മറന്നുപോയി. വളരെ കുറവായിട്ട് കഷ്ടിച്ച് രക്തവാഹവും എടുപ്പും ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ വൃദ്ധരായ മാതാവും പിതാവും അവിടെ നിന്നിരുന്നു. ഞാൻ മുട്ടുകുത്തിയിട്ട് ഒരു ചെറിയ സാധാരണമായ പ്രാർത്ഥന മാത്രം ചെയ്ത് അവന്റെ മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവായ യേശുവേ, ഈ തിരുവെഴുത്തുകളെ പറഞ്ഞുകൊണ്ട്, അതായത് നീ പറഞ്ഞു വിശ്വാസികളാൽ ഈ അടയാളങ്ങൾ നടക്കും. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ നിൽക്കുന്നു. അവരിത് വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ മേൽ കൈവയ്ക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയോ പിടിച്ചു നിൽക്കുകയോ ഇല്ലായിരുന്നു. കർത്താവെ, ഞാനൊരു പരിഹാസകനായി ഇവിടെ വരില്ലായിരുന്നു. ഞാൻ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ കുട്ടിയെ അനുഗ്രഹിക്കുന്നു. അവൻ ജീവിക്കട്ടെ. ഞാൻ എഴുന്നേറ്റപ്പോൾ അവന്റെ മാതാവും പിതാവും തമ്മിൽ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ, ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ. ആ കുട്ടിയിൽ ഒരു അംശം പോലും മാറ്റമുണ്ടായിരുന്നില്ല. ആ കുട്ടി അങ്ങനെ തന്നെ കിടന്നിരുന്നു. ഞാൻ അവരെ നോക്കി. അവിടെ നിന്നിരുന്ന നേഴ്സ് ഒരു ബിരുദധാരിണിയായ ഒരു വിശേഷ നേഴ്സായിരുന്നു. അവൾ ഈ കുട്ടിയെ നോക്കുന്നതിന് വേണ്ടി അവിടെ നിന്നിരുന്നു. അവൾ ആ കുട്ടിയുടെ മാതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി മരിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇപ്രകാരം എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്? ആ വൃദ്ധനായ പിതാവ് ഏകദേശം 58 or 60 വയസ്സ് പ്രായമുണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹം ഒരു പിതാവിനെ പോലെ ഈ കുട്ടിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടി മരിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ, ഈ ഹൃദയചലന രേഖ എന്ന് പറയുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. അവന്റെ ശ്വാസം ഈ രോഗത്തിന്റെ കാരണത്താൽ തീരെ താണുപോയിട്ട് അത് തിരികെ എത്തുന്നതിന് എപ്പോഴെങ്കിലും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ആ വൃദ്ധനായ വയോധികൻ കണ്ണു തുടച്ചിട്ട് അവളെ നോക്കി. അദ്ദേഹം പറഞ്ഞു, പ്രിയേ, നീ ഒരു രേഖയെ നോക്കുന്നു. അത് നോക്കുന്നതിനായി നീ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവം നൽകിയ ഒരു വാഗ്ദത്തത്തെ ഞാൻ നോക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ആ കുട്ടി ഇന്ന് വിവാഹിതനായിട്ട് 3 കുട്ടികളും ആഫ്രിക്കയിൽ ഒരു മിഷനറി പ്രവർത്തകനുമാകുന്നു. അത് നിങ്ങൾ എന്താണോ നോക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളിൽ പലർക്കും പ്രാർത്ഥനയുടെ കാർഡുകൾ കിട്ടിയിട്ടുണ്ടാകില്ല. ഞാൻ എന്റെ മകനോട് ചോദിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഡാഡി, പിന്നിലായി വളരെയധികം പേർക്ക് ഒരു പ്രാർത്ഥനയുടെ കാർഡ് കിട്ടിയിട്ടില്ല. ഇവിടെ വിശ്വാസികളായി എത്ര പേരുണ്ട്? നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുക. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമോ? ദൈവം നിങ്ങളോട് നന്മയുള്ളവനായിരിക്കുന്നു. ഒരു വിശ്വാസിയായിട്ട് നിങ്ങൾ ചെയ്യുകയില്ലേ? ആരുടെ കൈകളാണെന്ന് ഇത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അതൊരു വിശ്വാസിയുടെ കൈയാണെങ്കിൽ അതൊരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. നിങ്ങൾ തമ്മിൽ ഒരാളുടെ മേൽ മറ്റൊരാൾ കൈവയ്ക്കുക. നാം ഒത്തൊരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന പാട്ട് പാടാം. കൂടാതെ ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുവോളം ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ കൈകൾ അടുത്ത് നിൽക്കുന്ന മറ്റൊരാളുടെ മേൽ വയ്ക്കുക. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും എന്ത് കുഴപ്പമായാലും കാര്യമില്ല, എല്ലാം സംഭവമാണ്. എല്ലാ കാര്യങ്ങളും എന്ത് കുഴപ്പമായാലും കാര്യമില്ല, എല്ലാം സംഭവമാണ് യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ കളി പറയുകയല്ല. ഇല്ല, ഇപ്പോൾ ഞാനിത് ചെയ്യുന്നു. എല്ലാം സാധ്യമാണ്. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് വിശ്വസിക്കുന്നവർ എല്ലാം സാധ്യമാണ്. ഇപ്പോൾ ഇത് വിശ്വസിക്കുന്നവരെല്ലാം ഇപ്രകാരം കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, യേശുവിൻ പാദത്തിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, യേശുവിൻ പാദത്തിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളോട് കൂടെയായിട്ട് ശത്രുവിന്റെ മരണത്തിന്റെ ഭീഷണിയുടെ തിരമാലകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വാസ്തവമായും അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ശരീരങ്ങൾ അവന്റെ മഹത്വമേറിയ ശരീരത്തിലേക്ക് മാറ്റപ്പെട്ടിട്ട് പിന്നെ നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. അതുവരെയും നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. സമാപനത്തിന്റെ പ്രാർത്ഥനയ്ക്കായി തലകളെ ഇപ്പോൾ വണങ്ങാം.
ആരാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഇപ്പോൾ നാം തലകളെ വണങ്ങിയിരിക്കുമ്പോൾ സഹോദരൻ ഗിബ്സൺ കടന്നു വരിക.